നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു പ്രാവശ്യം കൂടെ എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെ പ്രസ്താവിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ധാരാളം പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്. നമ്മൾ സ്വകാര്യമായ പ്രാർത്ഥനകളിൽ വളരെ വിശദമായിട്ടാണ് കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നത്. എന്നാൽ ഇന്നത്തെ പരിമിതി നമുക്കറിയാമല്ലോ. ആ പ്രാർത്ഥനകളെല്ലാം നമ്മുടെ പേഴ്സണൽ പ്രാർത്ഥനയിലേക്ക് പിന്നെയും ഓർത്ത് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. നമുക്ക് ആ പ്രാർത്ഥന തുടരുകയും ചെയ്യാം. ദൈവം നമ്മെ ബലപ്പെടുത്തും. ഇന്ന് മുതൽക്കാലം 40 നിമിഷത്തെ ദൈവവചന ധ്യാനത്തിനായി മർക്കോസിന്റെ സുവിശേഷം അധ്യായം അതിന്റെ 35-36 വാക്യങ്ങൾ. മാർക്ക് ചാപ്റ്റർ 6 verses 35 and 36. സുവിശേഷം 6-ാം അധ്യായം 35-36 വാക്യങ്ങൾ. പിന്നെ നേരം നന്നേ വൈകിട്ട് ശിഷ്യന്മാർ അവന്റെ അടുക്കൽ വന്ന്, ഇത് നിർജ്ജന പ്രദേശമല്ലോ, നേരവും നന്നേ വൈകി, ഭക്ഷിപ്പാനില്ലായകയാൽ അവർ ചുറ്റുമുള്ള കുടികളിലും ഊരുകളിലും ചെന്ന് ഭക്ഷിപ്പാൻ വല്ലതും കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 35-36 വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. കർത്താവ് തന്റെ പരിശുദ്ധ ശുശ്രൂഷയുമായി മുന്നോട്ട് പോകുമ്പോൾ ശിഷ്യന്മാരെ ഒരു പ്രത്യേക സ്ഥലത്ത് അയച്ച ശേഷം കർത്താവ് അവിടെ ചെന്നു. അവിടുത്തെ ജനങ്ങളെ കണ്ടപ്പോൾ കർത്താവ് അവരോട് മനസ്സലിഞ്ഞു എന്ന് നമ്മൾ വായിക്കും. ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കലേക്ക് ആ വൈകുന്നേര ദിവസം വന്നിട്ട് പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ വായിച്ചു കേട്ടത്. കർത്താവ്, ഗുരു, ഇത് നിർജ്ജന പ്രദേശമല്ലോ, നേരം നന്നേ വൈകി, ഭക്ഷിപ്പാൻ ഇല്ല. അതുകൊണ്ട് ഈ ജനത്തെ ചുറ്റുമുള്ള ഭവനങ്ങളിലേക്കും ചുറ്റുമുള്ള ഗ്രാമങ്ങളിലേക്കും അയച്ച് അവർക്ക് ഭക്ഷിപ്പാനായി, അവർക്ക് സാഹചര്യം ഉണ്ടാകേണ്ടതിനായി അവരെ പറഞ്ഞയക്കണമെന്ന് ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞു. 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമുക്കവിടെ ചിന്തനീയമായിട്ടുള്ളത്. ഒന്ന്, ശിഷ്യന്മാർ പറയുന്നത് ഈ ദേശം നിർജ്ജനമായ ദേശമാണ്, ആൾക്കാരില്ലാത്ത ദേശം. മറ്റൊന്ന്, നേരം നന്നേ വൈകി, വളരെ വൈകിയിരിക്കുന്നു, സമയം പോയി. മറ്റൊന്ന്, ഇവിടെ കഴിക്കാനായി ആഹാരമില്ലാത്ത ഒരവസ്ഥ. അതുകൊണ്ട് നീ അവരെ തൊട്ടടുത്ത ഭവനങ്ങളിലേക്കോ ഗ്രാമങ്ങളിലേക്കോ അവരെ അയച്ച് അവർക്ക് ഭക്ഷ്യമായ കാര്യങ്ങൾ ക്രമീകരിക്കണം എന്ന് ശിഷ്യന്മാർ യേശുവിനോട് ആവശ്യപ്പെടുന്നതാണ് നമ്മൾ വായിച്ച ഭാഗം. 3 കാര്യങ്ങളാണ് നമുക്ക് അവിടെ ചിന്തിക്കേണ്ടതുള്ളത്. ദൈവത്തിന് സ്തോത്രം. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 6-ാം അധ്യായം നമ്മൾ ചേർത്ത് പഠിക്കുമ്പോൾ 4-ാം അധ്യായത്തിന്റെ അവസാന ഭാഗം മുതൽ നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാം കർത്താവ് തന്റെ ശുശ്രൂഷയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ശിഷ്യന്മാരെ അക്കരയ്ക്ക് പറഞ്ഞയക്കുന്നു. അവർ കടലിൽ അക്കരയ്ക്ക് കടന്നു പോകുന്നു. ആ യാത്രയിൽ കർത്താവ് അമരത്ത് തല വെച്ച് ഉറങ്ങുന്ന ഒരനുഭവം നമുക്ക് കാണാനായി കഴിയും. ശിഷ്യന്മാരോടുകൂടെ യാത്ര ചെയ്യുന്ന യേശു കർത്താവ് തങ്ങളുടെ മേൽ അടിച്ച ചുഴലിക്കാറ്റ്, അതിന്റെ ഭീകരത മനസ്സിലാക്കിയിട്ട് ശിഷ്യന്മാർ വല്ലാതെ പ്രയാസപ്പെടുന്നു. എന്നാൽ യേശു നമ്മളോട് വായിക്കുന്നത് അവന് അകത്ത് തലവെച്ച് ഉറങ്ങുകയായിരുന്നു. കർത്താവിന് അതിന്റെ ഭീകരത മനസ്സിലാകാഞ്ഞിട്ടല്ല, കർത്താവ് ഒരു നല്ല ഉറക്കത്തിലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായി കഴിയും. യേശു കർത്താവിന് ഇതെല്ലാം ഉണ്ട്. ക്ഷീണമുണ്ട്, ഉറക്കം വേണം, ശരീരം. തിരുവെഴുത്തുകളിൽ കൂടെ നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുക ജീവിച്ചു എന്നതാണല്ലോ ഏറ്റവും പ്രത്യേകത ഉള്ളൊരു കാര്യം. ഒപ്പം തന്റെ ദൈവ പ്രവൃത്തികളും ചെയ്ത് താൻ ദൈവപുത്രൻ എന്ന് തെളിയിക്കുകയും ചെയ്തു. അപ്പോൾ മനുഷ്യന് എന്തൊക്കെ ഉണ്ടാകുമോ അതെല്ലാം യേശുവിന് ഉണ്ടായി എന്നാണ് ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായി കഴിയും. കർത്താവ് നന്നെ ക്ഷീണിച്ചു കാണും. അതുകൊണ്ട് തന്നെ പടകിൽ ശിഷ്യന്മാരോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ
കർത്താവ് മാത്രം അവരെ തല വെച്ച് ഉറങ്ങുന്നത്. എന്നാൽ ശിഷ്യന്മാർ വല്ലാതെ ആ ചുഴലിക്കാറ്റ് കണ്ട് പേടിച്ചുപോയി. ശിഷ്യന്മാർ നിനക്ക് വിചാരമില്ലയോ? കർത്താവ് അറിയാം, കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റ് ശാന്തമായി, കാറ്റ് അമർന്നു, പിന്നെ ശാന്തത ഉണ്ടായി. ദൈവത്തിന് സ്തോത്രം. കർത്താവ് അവരോട് പറയും, നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാകുന്നത് എന്ത്? നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ? പ്രത്യേക അനുഭവത്തിൽ ശിഷ്യന്മാരെ അവരുടെ വിശ്വാസത്തിന്റെ പരിമിതിയെ ഒന്ന് സൂചിപ്പിക്കുന്ന കാണാനായിട്ട്. എന്നാൽ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിട്ടും നിങ്ങൾക്ക് ഈ ചുഴലിക്കാറ്റിനെ ഭയപ്പെട്ടു പോയല്ലോ എന്ന് കർത്താവ് പറഞ്ഞു. മനുഷ്യൻ ഇങ്ങനെയാണ്, അവരുടെ ജീവിതത്തിന്റെ ദുരന്തമായ ഘട്ടങ്ങളിലേക്ക് പോകുമ്പോൾ ഇതുപോലൊക്കെ പ്രതികരിച്ചത്. യേശു കർത്താവ് തങ്ങളുടെ പറകിൽ ഉണ്ടായിട്ടും ചുഴലിക്കാറ്റ് അടിച്ചപ്പോൾ മറ്റൊന്നും ദൈവത്തോട് പിറുപിറുക്കുകയാണ്. ഗുരു, അങ്ങ് ഞങ്ങൾ ഇങ്ങനെ നശിച്ചു പോകുന്നതിൽ അങ്ങേക്ക് ഉത്തരവാദിത്തമില്ലാത്ത ഒരു അർത്ഥത്തിലാണോ? ശിഷ്യന്മാർ കർത്താവിനോട് ചോദിക്കുന്നു. ആ നിഷ്കളങ്കമായ ചോദ്യം കർത്താവിന് മനസ്സിലായി. കാരണം എല്ലാവർക്കും മരണഭീതി ഒരു പ്രയാസമുള്ള കാര്യമാണ്. മരിക്കാൻ പോകുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഏത് മിടുക്കനും പ്രയാസകരമായ ഒരു കാര്യമാണ്. യേശു കർത്താവ് തങ്ങളുടെ പദം ഉണ്ടായിട്ട് പോലും അവരെ വല്ലാതെ വിഷമിച്ചു. കർത്താവ് അവരെ ഒരല്പം ശാസിക്കാൻ നമുക്ക് കാണാനായി കഴിയും. നിങ്ങളിങ്ങനെ ഭീതികളാകുന്നത് എന്ത്? നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ എന്ന് കർത്താവ് ചോദിച്ചു. ദൈവത്തിന് സ്തോത്രം. യേശു കർത്താവ് ഉണ്ടായിട്ട് പോലും കർത്താവിൽ വിശ്വസിക്കാൻ കഴിയാത്ത ഒരു കൂട്ടം ശിഷ്യന്മാർ. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ പ്രത്യേകത നമുക്ക് അവിടെ കാണാനായി കഴിയുന്നു. അവർക്ക് ഒരു അല്പം വിശ്വാസക്കുറവ് ഉണ്ടായിട്ട് പോലും അവരെ കൂടെ യാത്ര ചെയ്യാൻ കർത്താവ് തയ്യാറായി. മാത്രമല്ല, അവരെ കൊണ്ട് ഇനി ചെയ്യാനിരിക്കുന്ന ശുശ്രൂഷകൾ കൂടെ കർത്താവ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നമുക്ക് കാണാനായി കഴിയും. ഒരു വേള അവരുടെ വിശ്വാസത്തെ അവരുടെ സംഘത്തിൽ മാത്രം ശിഷ്യന്മാർ മാത്രം ഉണ്ടായപ്പോൾ, ശിഷ്യന്മാർ മാത്രമേ അവിടെ ഉള്ളൂ, അതുകൊണ്ട് കർത്താവ് ഒന്ന് ശാസിച്ചു കാണും. അത് കർത്താവിന് അധികാരമുള്ളൊരു കാര്യമാണ്. എന്നാൽ അവരെ കൊണ്ട് ഭാവിയിൽ ഇതെല്ലാം മറന്ന ശേഷം അവരെ കൊണ്ട് ഭാവിയിൽ അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ അവരെ കൊണ്ട് ശുശ്രൂഷ ചെയ്യിപ്പിക്കുന്നതെന്ന് നമുക്ക് കാണാനായി കഴിയും. കർത്താവിന് ഒരു പ്രത്യേകത, എവിടെയാണോ ശാസിക്കേണ്ടത്, എവിടെയാണോ ശിക്ഷിക്കേണ്ടത്, എവിടെയാണോ കറക്ഷൻസ് നടത്തേണ്ടത്, എവിടെയാണോ കാര്യങ്ങളൊക്കെ ധരിപ്പിക്കേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കി അതാത് പശ്ചാത്തലത്തിൽ അതെല്ലാം കർത്താവ് ചെയ്യുന്നത് നമുക്ക് കാണാനായി കഴിയും. എന്നാൽ അവരുടെ വിശ്വാസത്തിന്റെ കുറവ് ഒരു പരിമിതിയായി നിൽക്കുമ്പോൾ അതൊന്നും ഗുരുതരമായ വിഷയമായി കാണാതെ കർത്താവ് അവരെ കൊണ്ട് പിൽക്കാലത്ത് നന്നായിട്ട് ശുശ്രൂഷ ചെയ്യിപ്പിക്കുന്നതും അവരെ ഇരണ്ടായി പറഞ്ഞു വിടുന്നതും ഒക്കെ നമുക്ക് കാണാനായി കഴിയും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന്റെ ഈ തുറകളിൽ നമുക്ക് ഉണ്ടായി പോകുന്ന ഒരു കാര്യം ഇതാണ്. ഗുരുതരമായ വിഷയത്തിന്റെ മുമ്പിൽ നമ്മൾ ചിലപ്പോൾ പതറിപ്പോകാറുണ്ട്. വിശ്വാസത്തിന്റെ ആധിക്യം നഷ്ടപ്പെട്ടു പോകാറുണ്ട്. കഴിഞ്ഞ നാളുകളെല്ലാം ദൈവം നമുക്ക് തന്നിരിക്കുന്ന വിടുതലുകൾ പലപ്പോഴും നമ്മൾ വിസ്മരിക്കാറുണ്ട്. സ്തോത്രം. എന്നാൽ കർത്താവ് അതെല്ലാം മറന്ന് പിന്നെയും സ്നേഹിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഇതാണ് 4-ാം അധ്യായത്തിന്റെ അവസാന പശ്ചാത്തലം. 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ കാണാം. ഒന്ന്, അവരെല്ലാവരും കൂടെ ഒരുമിച്ച് എതിർദേശത്തെത്തി. എതിർദേശത്ത് ചെല്ലുമ്പോൾ അവിടെ അശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു മനുഷ്യനെ കാണാനായി കഴിയും. ശവക്കല്ലറയിൽ മാത്രം ജീവിച്ച് ശീലമുള്ള ഒരു മനുഷ്യൻ. അതിന് മുഴുവൻ അവിടെ തന്നെയായിരുന്നു. സ്തോത്രം. ശവക്കല്ലറയിൽ താമസിക്കാനായി ഒരു മനുഷ്യൻ തയ്യാറാകുക എന്ന് പറയുന്നത് ഒരു സുബോധമുള്ള വ്യക്തിയായിട്ട് നമുക്ക് കാണാനായി കഴിയില്ല. ഇവിടെ ഒരു മനുഷ്യൻ തന്റെ പാർപ്പ് മുഴുവൻ കല്ലറകളിലാക്കി വെച്ച ഒരു മനുഷ്യനെ കാണാൻ കഴിയും. കർത്താവ് ചെല്ലുമ്പോൾ ആദ്യം കാണുന്നത്, ശിഷ്യന്മാരുമായി ഇറങ്ങുമ്പോൾ പിന്നെ കാണുന്നത് അശുദ്ധാത്മാവുള്ള ഈ മനുഷ്യരെയാണ്. സ്തോത്രം. നമുക്ക് താഴോട്ട് വായിക്കുമ്പോൾ അറിയാം, കർത്താവ് അവനുള്ള അശുദ്ധാത്മാവിനെ ശാസിക്കുന്നത് കാണാൻ കഴിയും. അശുദ്ധാത്മാവെ, ഈ മനുഷ്യനെ വിട്ട് പുറപ്പെട്ടു പോകുക എന്ന് യേശു കൽപ്പിച്ചിരുന്നു. അപ്പൊ ഗദരദേശത്ത് ചെന്നപ്പോൾ ആദ്യമായി താൻ ചെയ്ത ശുശ്രൂഷ അതാണ്. അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യനെ കർത്താവ് സൗഖ്യമാക്കുന്നു, അല്ലെങ്കിൽ അവനിലുള്ള ഭൂതത്തെ ശാസിച്ച് പുറത്താക്കിയ ശേഷം അവനെ സ്വതന്ത്രമാക്കുന്നത് നമുക്ക് കാണാനായി കഴിയും. 5-ാം അധ്യായത്തിൽ 3 പ്രധാനപ്പെട്ട വിടുതലുകളാണ് നമുക്ക് കാണാനായി കഴിയുന്നത്. ഒന്ന്, ഈ അശുദ്ധാത്മാവുള്ള മനുഷ്യനെ കർത്താവ് സ്വതന്ത്രനാക്കി. മറ്റൊന്ന്, 12 വർഷം നിരന്തരമായി രോഗത്താൽ ഭാരപ്പെട്ട ഒരു സഹോദരൻ
യേശുവിൽ നിന്നുള്ള സൗഖ്യം വ്യാപിച്ച് അവൾക്ക് വിടുതലുണ്ടായി, സൗഖ്യമുണ്ടായത് നമുക്ക് കാണാനായി കഴിയും. മറ്റൊന്ന്, യായിറോസിന്റെ 12 വയസ്സുള്ള ഒരു കുഞ്ഞു പൈതലിന്റെ വിടുതലുകൾ നമുക്ക് അവിടെ കാണാനായി കഴിയും. ഇങ്ങനെ 3 കാര്യങ്ങളാണ് 5-ാം അധ്യായത്തിൽ. ഈ 3 വിടുതലുകളും വ്യത്യസ്തങ്ങളായ ശുശ്രൂഷകളായി. അത് പല രീതിയിലാണ് കർത്താവ് ആ ശുശ്രൂഷകളെ കൈകാര്യം ചെയ്തത്. ഒന്ന്, അശുദ്ധാത്മാവുള്ള മനുഷ്യനെ കർത്താവ് സൗഖ്യമാക്കുമ്പോൾ അവൻ നേരിട്ട് ചെന്ന് മനുഷ്യനെ കാണുന്നു, അവനൊരു അശുദ്ധാത്മാവുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ആ അശുദ്ധാത്മാവ് അവനെ നിരന്തരമായി പീഡിപ്പിക്കുന്നതും സാധാരണ മനുഷ്യൻ താമസിക്കാത്ത സ്ഥലത്ത് താമസിക്കുന്നു എന്ന് മനസ്സിലാക്കിയ കർത്താവ് അവനുള്ള അശുദ്ധാത്മാവിനെ ശാസിച്ച ശേഷം അവനെ സ്വതന്ത്രനാക്കുന്നു. അവനെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നത് നമുക്ക് കാണാനായി കഴിയും. പിന്നെ അവന് ദെക്കപ്പൊലി നാട്ടിലേക്ക് പോയി അവിടെ ചെന്ന് താന് ചെയ്ത കാര്യങ്ങളൊക്കെ പറയുന്നത് ഒക്കെ നമുക്ക് കാണാനായി കഴിയും. 5-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് പിന്നെയും മനസ്സിലാക്കാം, യേശു വീണ്ടും പടകിൽ കയറി ഇക്കരെ കടന്ന് കടലരികെ ഇരിക്കുമ്പോൾ വലിയ പുരുഷാരം അവന്റെ അടുക്കൽ വന്നു. കർത്താവ് എവിടെ പോയാലും ഒരു പുരുഷാരം കൂടി വരിക എന്നത് ഒരു സ്വാഭാവികമായ സംഭവമായി തീർന്നു. ആ കാലത്ത് ദൈവത്തിന് സ്തോത്രം. ഇവിടെ ശിഷ്യന്മാരുമായി ഗദരദേശത്ത് കർത്താവ് ചെന്നു. അവിടെ ഉണ്ടായ ഒരു വിടുതലുകൾ സംഭവിച്ചു. പിന്നെ അവൻ കയറി ഇക്കരെ കടന്നു. പിന്നെയും അവൻ ഗദരദേശത്തേക്ക് മടങ്ങി വന്നു. അക്കരെ ചെന്ന് അതെല്ലാം ശുശ്രൂഷകൾ ചെയ്ത ശേഷം ഇക്കരെ മടങ്ങി വന്നു. അഥവാ കഫർന്നഹൂമിലേക്ക് കർത്താവ് മടങ്ങി വന്നു. അവിടെ താൻ കഫർന്നഹൂമിലായിരിക്കുമ്പോൾ, അഥവാ ഗദരദേശത്തിന്റെ ഇക്കരെ വന്ന് കഫർന്നഹൂമിൽ കർത്താവ് ഇരിക്കുമ്പോൾ അവിടെ ഒരു പള്ളി പ്രമാണിയായ ഒരു മനുഷ്യൻ വന്നിട്ട് തന്റെ മകൾ അത്യാസന്നതയിൽ കിടക്കുന്നു, എന്റെ കുഞ്ഞുമകൾ രക്ഷപ്പെട്ട് ജീവിച്ചിരിക്കേണ്ടതിന് ദൈവമേ നീ വന്ന് അവരുടെ തലയിൽ കൈവച്ച് അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് യായിറോസ് യേശുവിന്റെ കാൽക്കൽ വീണ് അപേക്ഷിക്കുന്നത് നമുക്ക് അവിടെ കാണാൻ. ഈ അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളിൽ ആ കുഞ്ഞു പൈതലിനുണ്ടായ വിടുതലുകളും നമുക്ക് അവിടെ കാണാം. 5-ാം അധ്യായത്തിന്റെ മൂന്നാമത്തെ ഭാഗം 12 സംവത്സരങ്ങളായി രോഗിയായി ഭാരപ്പെട്ട ഒരു സഹോദരിയുടെ മേൽ ദൈവം അയച്ച വിടുതലാണ്. അവളുടെ സർവ്വസമ്പത്തും പല വൈദ്യന്മാർക്ക് പല വർഷങ്ങൾ കൊടുത്ത് നിരാശയായി നഷ്ടം എല്ലാം സംഭവിച്ച ശേഷം കൈമുതലായി ഉണ്ടായിരുന്നതെല്ലാം ഇല്ലാതെയായി പോയി. എന്നിട്ടും അവൾക്ക് സൗഖ്യമില്ലാതിരുന്ന ആ സഹോദരിയുടെ ഹൃദയവേദന കർത്താവ് മനസ്സിലാക്കി. നമുക്കറിയാം, വളരെ പരിമിതികൾ ഉണ്ടായിട്ടും പുരുഷാരത്തിൽ കൂടെ കർത്താവ് നടന്നു വരുന്നു എന്ന് മനസ്സിലാക്കിയിട്ടും വിശ്വാസത്തോടു കൂടി ആ സഹോദരി യേശുവിന്റെ അടുക്കൽ വന്നു എന്നും കർത്താവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടപ്പോൾ അവൾക്ക് സൗഖ്യമായി എന്ന് നമുക്ക് തിരുവഴുത്തിൽ കൂടെ കാണാനായി കഴിയും. ഈ രണ്ടാമത്തെ സംഭവം എന്ന് പറയുന്നത് യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ കൂടെ ശക്തി വ്യാപരിച്ചു എന്നാണ് വായിക്കുന്നത്. അങ്ങനെ ശക്തി വ്യാപരിച്ച ശേഷം കർത്താവ് ഇങ്ങനെ പ്രതികരിച്ചു, ഉടനെ യേശു തങ്കിൽ നിന്നും ശക്തി പുറപ്പെട്ടു എന്ന് ഉള്ളിൽ അറിഞ്ഞിട്ട് പുരുഷാരത്തിൽ തിരിഞ്ഞു നിന്നു. തങ്കിൽ നിന്നും ശക്തി പുറപ്പെട്ടു, യേശുവിൽ നിന്നും ശക്തി പുറപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ കർത്താവ് പുരുഷാരത്തിന്റെ ഇടയ്ക്ക് നിന്നിട്ട് ചോദിക്കുക, എന്റെ വസ്ത്രം തൊട്ടത് ആര്? ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്തെ വിടുതൽ എന്ന് പറയുന്നത്, രണ്ടാമത്തെ സൗഖ്യം എന്ന് പറയുന്നത് കർത്താവ് തന്നെ വാസ്തവത്തിൽ അറിയാതെ സംഭവിച്ചു പോയതാണ്. എന്ന് പറഞ്ഞാൽ എന്താ? വിശ്വാസത്തോടുകൂടി ഒരുവൾ കർത്താവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടപ്പോൾ അവൾക്കുണ്ടായ ഒരു സൗഖ്യമാണ്. എന്ന് പറഞ്ഞാൽ യേശുവിനെ നേരിട്ടൊരു ഇടപെടലില്ലാതെ ഉണ്ടായ ഒരു വിടുതൽ. ദൈവത്തിന് സ്തോത്രം. ആദ്യം പരിശുദ്ധാത്മാവിനെ കർത്താവ് ശാസിക്കുന്നത്, അവൻ ചെന്നു അവനെ മനസ്സിലാക്കി, അവന്റെ ദുരിതം മനസ്സിലാക്കി, അവന്റെ പാർപ്പ് എവിടെയാന്ന് മനസ്സിലാക്കി, അവന്റെ കുടുംബത്തെ കുറിച്ചൊക്കെ കർത്താവ് ചിന്തിച്ചു കാണും. നല്ല മനുഷ്യനായി ഈ മനുഷ്യൻ ഇവിടെ തന്നെ പാർത്ത് ഇവന്റെ ജീവിതം നശിപ്പിക്കേണ്ടതില്ല എന്ന് മനസ്സിലാക്കി അവന്റെ അടുക്കൽ ചേർന്ന് അവന്റെ ഉള്ളിലുള്ള അശുദ്ധാത്മാവിനെ ശാസിച്ച് അവനെ സ്വതന്ത്രനാക്കുന്നു. കർത്താവ് നേരിട്ട് ചെയ്ത ഒരു വിടുതൽ. ഇവിടെ കർത്താവ് ഒരുപക്ഷെ അറിയാതെ തന്നെ വിശ്വാസത്തോടെ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടപ്പോൾ യേശുവിൽ നിന്നും സൗഖ്യം വ്യാപരിച്ചു. അവരുടെ ശരീരത്തിൽ നാളതുവരെ ഉണ്ടാകാത്ത ഒരു വലിയ വിടുതൽ. 12 വർഷമായി അവൾ അനുഭവിച്ച ദുരിതത്തിന്റെ സമാപ്തി അവിടെ സംഭവിക്കുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇവിടെ യേശുവിനെ വിശ്വാസത്തോടെ സമീപിച്ച ഒരു സാധു സഹോദരിയുടെ വിടുതലാണ് നമുക്ക് കാണാനായി കഴിയും. കർത്താവിൽ നിന്നും ശക്തി പുറപ്പെട്ടു എന്ന് മനസ്സിലാക്കിയപ്പോൾ അവൻ നിന്നിട്ട് എന്നെ തൊട്ടതാര് എന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ കർത്താവ് ആ സൗഖ്യത്തിന് ഒരു എഫേർട്സും എടുത്തിരുന്നില്ല. എന്ന് പറഞ്ഞാൽ ആ സഹോദരി യേശുവിനെ കാണാൻ യേശുവിന്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കണമെന്നോ
എന്റെ തലയിൽ കൈവെക്കണമെന്നോ, അല്ലെങ്കിൽ ഞാൻ എന്റെ പ്രശ്നങ്ങൾ കാണുന്നോ, 12 വർഷമായി എന്റെ സമ്പത്ത് മുഴുവൻ പോയെന്നോ, എന്റെ നാട്ടുകാരെന്നെ കാണുന്നില്ല എന്നോ, കുടുംബത്തിലും നാട്ടിലും ഒക്കെ ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്ന് ഇങ്ങനെയുള്ള ഒരു പരിവേദനവും പറയാതെ വിശ്വാസത്തോടെ യേശുവിന്റെ ശരീരത്തിൽ തൊടുക പോലും അല്ല, അവന്റെ വസ്ത്രത്തിന്റെ ഒരു നൂലിൽ തൊട്ടപ്പോഴുണ്ടാകുന്ന സൗഖ്യം. ദൈവത്തിന്റെ സ്തോത്രം. യായിറോസിനെ ശ്രദ്ധിക്കുക. യായിറോസ് യേശുവിന്റെ കാൽക്കൽ വീണിട്ട് അവരോട് അപേക്ഷിക്കുക, കർത്താവേ, നീ വന്ന് എന്റെ കുഞ്ഞു വൈദ്യുതി സൗഖ്യമാക്കണം, അവളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കണമെന്ന് യായിറോസ് ആവശ്യപ്പെട്ടത്. അത് ഒട്ടും കുറ്റമായ ഒരു കാര്യമല്ല. കാരണം 12 വയസ്സുള്ള കുഞ്ഞു പൈതലിന്റെ മരണാസന്നമായ അവസ്ഥ ഒരു പിതാവിനും താങ്ങാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് തന്നെ യേശുവിന്റെ കാൽക്കൽ വന്ന് വീഴാനും യേശുവിനെ കൊണ്ട് വീട്ടിലേക്ക് വരാനും കർത്താവിന്റെ കൈ കൊണ്ട് അവളുടെ തലമേൽ വെച്ച് പ്രാർത്ഥിപ്പിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു നല്ല ദൈവത്തിന്റെ സ്തോത്രം. ഇവിടെ മറ്റൊരു സംഭവം കാണുന്നു. ഇവിടെ യേശുവിന്റെ ശരീരത്തിൽ തൊടാനല്ല അവൾ ആഗ്രഹിച്ചത്, അഥവാ അത് ആഗ്രഹിച്ചിട്ട് അതല്ല നടന്നത്. യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടപ്പോൾ അവനിൽ നിന്നും ശക്തി വ്യാപരിച്ചു. ഹല്ലേലൂയ. ദൈവമേ, ഇന്ന് മുതൽക്കാലം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടെ അവനെ സമീപിച്ചാൽ യേശുവിൽ നിന്നും ശക്തി പുറപ്പെടും. സൗഖ്യത്തിന്റെ ശക്തി നമ്മുടെ മേൽ ദൈവം അയക്കും. വിടുതൽ വ്യാപരിക്കും. ദൈവത്തിൽ വിശ്വസിച്ചാൽ വലിയ വിടുതലുകൾ കർത്താവ് നമുക്ക് തരിക തന്നെ ചെയ്യും. ദൈവത്തിന് സ്തോത്രം. അതിന്റെ 3-ാമത്തെ പാരഗ്രാഫിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, യേശു അവിടെ ചെല്ലാനായി തിരക്ക് പിടിച്ച് സഞ്ചരിക്കുമ്പോൾ ആ വഴിയാത്രയിലുള്ള തിരക്ക് കാരണം വേഗം പള്ളിപ്രമാണിയുടെ വീട്ടിൽ കഴിയാതെ പോകുന്നു. പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ഒരു വാർത്ത വരുന്നു, കുഞ്ഞ് മരിച്ചുപോയി, ഇനി ഗുരുവിനെ രക്ഷപ്പെടുത്തേണ്ടായ. ദൈവത്തിന് സ്തോത്രം. പക്ഷെ ആ വാക്കിനെ മാനിക്കാതെ തന്നെ യായിറോസിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. ഭയപ്പെടാതെ വിശ്വസിക്കുക മാത്രം ചെയ്യുക. അവനെ ധൈര്യപ്പെടുത്തുകയാണ്. ഭയപ്പെടാതെ വിശ്വസിക്കുക മാത്രം ചെയ്യുക. നോക്കൂ, ഈ 2 കേസുകളിലും വിശ്വാസമാണ് പൊതുവായ മാനദണ്ഡമായിരിക്കുന്നത്. ദൈവത്തിൽ നമുക്ക് കർത്താവിൽ നിന്ന് വല്ലതും പ്രാപിക്കണമെങ്കിൽ അവനിൽ നമുക്ക് വിശ്വാസം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. വിശ്വസിക്കുക മാത്രം ചെയ്യുക. നീ അധൈര്യപ്പെടരുത്, നീ ഭയപ്പെട്ടു പോകരുത്, നീ അവിശ്വസിക്കരുത്. വിശ്വസിക്കുക മാത്രം ചെയ്യുക. വീട്ടിൽ നിന്ന് കുഞ്ഞു പൈതൽ മരിച്ചു എന്ന വാർത്ത വന്നപ്പോൾ ഒരു പിതാവിന് സഹിക്കാൻ കഴിയുന്നതിനേക്കാളപ്പുറമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. യായിറോസ് പ്രതികരിക്കുന്നേയില്ല. ആ വാർത്ത കേട്ട് യായിറോസിന്റെ പ്രതികരണം ഒന്നും നമ്മൾ അവിടെ കാണുന്നില്ല. നമുക്ക് അവനെ ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഒരു പിതാവിന്റെ മാനസികാവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കാരണം യേശുവിന്റെ കാൽക്കൽ വീണാണ് തന്റെ മകളുടെ സൗഖ്യത്തിനായി അവൻ കരഞ്ഞപേക്ഷിച്ചത്. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് മറ്റൊരു കാര്യമാണ്. അവൾക്ക് എന്താണോ സംഭവിക്കേണ്ടത് അത് സംഭവിക്കാതെ ആ കുഞ്ഞു ബാലിക എന്നേക്കുമായി ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയി. ഒരു പിതാവിനെ സഹിക്കില്ല കാര്യം. പക്ഷെ യായിറോസ് പ്രതികരിക്കുന്ന ഒന്നും നമ്മൾ കാണുന്നില്ല. ദൈവത്തിന് സ്തോത്രം. യായിറോസിനെ മനസ്സിലാക്കിയ കർത്താവ് പറയുന്നു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. അവന്റെ മുഖം വായിച്ചറിയുന്ന ഒരു കർത്താവ്, അവന്റെ മാനസിക നിലപാട് മനസ്സിലാക്കുന്ന ഒരു കർത്താവ്, അവന്റെ വേദന മനസ്സിലാക്കുന്ന ഒരു കർത്താവ് അവരോട് പറയുന്നു, നീ ഭയപ്പെടേണ്ട, നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക. കാരണം സാക്ഷാൽ ഞാനാണ് നിന്നോട് കൂടെ ഉള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെവരെ യായിറോസ് പ്രതികരിക്കണമെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ പ്രതികരിക്കണമായിരുന്നു. അവന്റെ പ്രതികരണത്തെ കുറിച്ചൊന്നും വേദപുസ്തകത്തിൽ കാണുന്നില്ല. പക്ഷെ അവന്റെ മാനസിക അവസ്ഥ വായിച്ചു മനസ്സിലാക്കിയ യേശു പറയുന്നു, നീ ഭയപ്പെടേണ്ട, നീ അവിശ്വസിക്കേണ്ട, നീ ധൈര്യമായിരിക്കൂ, നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക, നിന്റെ മേൽ വലിയ വിടുതൽ ഉണ്ടാകും. ദൈവത്തിന് സ്തോത്രം. ആ വിടുതൽ എന്താണ് എന്ന് നമുക്ക് അതിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ നമുക്കറിയാം. കർത്താവ് ശിഷ്യന്മാരുമായി ആ വീട്ടിനകത്തേക്ക് ചെന്നു. പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൊണ്ട് ആ വീട്ടിലേക്ക് ചെന്നു. അതിനകത്ത് നിന്ന് അവരെല്ലാവരെയും പുറത്താക്കിയ ശേഷം ആ കുഞ്ഞു ബാലികയുടെ അപ്പനെയും അമ്മയും കൊണ്ട് അകത്ത് ചെന്ന് കർത്താവ് നേരെ പോയി ആ ബാലികയുടെ കൈക്ക് പിടിച്ചു, അവൾക്ക് സൗഖ്യം വരുത്തി എന്ന് നമ്മൾ വായിക്കുന്നു. അരാമ്യ ഭാഷയിൽ ഇങ്ങനെ പറഞ്ഞു, തലീ ഭൂമി ബാലെ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞു. അവൾ ക്ഷണത്തിൽ എഴുന്നേറ്റ് നടന്നു എന്നാണ് നമുക്ക് വായിക്കാനായി കഴിയും. ഞാൻ വിസ്തരിച്ച് പറഞ്ഞതിന്റെ ഉദ്ദേശം 5-ാം അധ്യായത്തിലെ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ 3 ശുശ്രൂഷകൾക്ക് ശേഷം 6-ാം അധ്യായം തുടങ്ങുന്നത് അവൻ അവിടെ പുറപ്പെട്ട് തന്റെ പിതൃനഗരത്തിലേക്ക് വന്നു. മറ്റു സ്ഥലങ്ങളാണ്. ഗദരദേശത്തേക്ക് പോയി, അവിടെ നിന്ന് ഇക്കരെ കടന്നു കഫർന്നഹൂമിലേക്ക് വന്നു. ആ കഫർന്നഹൂമിൽ നിന്ന് യായിറോസിന്റെ വീട്ടിലേക്കുള്ള ഒരു യാത്ര. സ്തോത്രം. പിന്നെ അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് യേശു തന്റെ സ്വദേശമായ നസ്രയത്തിലേക്ക് വരിക, തന്റെ പിതൃനഗരത്തിലേക്ക് വരിക. അവിടെ
നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ധാരാളം പേർ അവന്റെ അടുക്കിലേക്ക് വന്നു. എന്നാൽ അതിന്റെ അഞ്ചാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ ഏതാനും ചില രോഗികളുടെ മേൽ കൈവച്ച് സൗഖ്യം വരുത്തിയതല്ലാതെ അവിടെ വീര്യപ്രവൃത്തി ഒന്നും ചെയ്യാൻ കഴിയില്ല. നോക്കൂ, ഗദരദേശത്ത് ചെന്നപ്പോഴും കഫർനഹൂമിലേക്ക് വന്നപ്പോഴും കർത്താവിനെ പിൻപറ്റിക്കൊണ്ട് ധാരാളം ആൾക്കാർ ചെന്നു. കർത്താവിനെ തൊട്ടവർക്ക് സൗഖ്യമായി, കർത്താവ് തൊട്ടവർ സൗഖ്യമായി, അശുദ്ധാത്മാവ് കർത്താവ് ശാസിച്ചു. ഇങ്ങനെ പലതരത്തിലുള്ള വിടുതലുകളും ഉണ്ടായി. എന്നാൽ തന്റെ ജന്മദേശത്തിലേക്ക് വന്നപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവിടെ ഏതാനും ചില രോഗികളുടെ മേൽ കൈവച്ച് സൗഖ്യം വരുത്തിയതല്ലാതെ അവിടെ വീര്യപ്രവൃത്തികൾ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അതിന്റെ കാരണം എന്താണെന്നറിയാം? യേശു തന്റെ ജന്മദേശത്തിലേക്കാണ് ഇപ്പോൾ വന്നത്. ആ ജന്മദേശം തന്നെ കാര്യമായി കൈക്കൊണ്ടിരുന്നില്ല. കർത്താവ് തന്നെ പറഞ്ഞൊരു പദം 4-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. യേശു അവരോട് പറഞ്ഞു, ഒരു പ്രവാചകനും തന്റെ പിതൃനഗരത്തിലും ചാർച്ചക്കാരുടെ ഇടയിലും സ്വന്തം ഭവനത്തിലും അല്ലാത്ത ബഹുമാനമില്ലാത്തവനല്ല എന്ന് പറഞ്ഞു. കർത്താവ് തന്നെ പറഞ്ഞു, ഒരു ശുശ്രൂഷകനും തന്റെ സ്വന്തം ദേശത്ത് അംഗീകരിക്കപ്പെടുകയില്ല. പലപ്പോഴും കർത്താവ് തന്നെ അത് അനുഭവിച്ചതാണ്. തന്റെ ജന്മദേശമായ നസറയത്തിലേക്ക് വന്നപ്പോൾ ആ നാട്ടുകാരും കർത്താവിനെ കാര്യമായി അംഗീകരിച്ചില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് രോഗികൾക്ക് സൗഖ്യം വന്നതല്ലാതെ അവിടെ വീര്യപ്രവൃത്തികളൊന്നും സംഭവിച്ചില്ല എന്ന് തിരുവെഴുത്ത് എഴുതിയിരിക്കുന്നു. എന്താ അവിടെ കാര്യം എന്നറിയുമോ? അവരുടെ അവിശ്വാസം ഹേതുവായി ആയതുകൊണ്ട് അത് അവർക്ക് ആശ്ചര്യപ്പെട്ടു. അവരുടെ അവിശ്വാസം ഹേതുവായി അവന് ആശ്ചര്യപ്പെട്ടു. കാരണം എന്താ? ഇവിടെ തച്ചന്റെ മകനല്ലയോ? ഇവന്റെ സഹോദരന്മാരെ ഞങ്ങൾക്കറിയാമല്ലോ. ഇവൻ നമ്മുടെ നാട്ടിൽ വന്ന് എന്തോ ചെയ്യാനാണ് എന്നാണ് നസറത്തുകാർ യേശുവിനെ നോക്കി പറഞ്ഞതും പ്രതികരിച്ചതും ഒക്കെ. എന്നാൽ യേശു മറ്റു സ്ഥലങ്ങളിൽ ഒന്നും പോകുമ്പോൾ ഇങ്ങനെയുള്ള ഒരു മുൻവിധി തനിക്കുണ്ടായിരുന്നു. താൻ ഗദരദേശത്ത് ചെന്നപ്പോഴും കഫർനഹൂമിൽ ചെന്നപ്പോഴും ബെഥേസ്ദയിൽ ചെന്നപ്പോഴും കർത്താവ് എവിടെയെങ്കിലും പോയപ്പോൾ ഗലീല കടൽക്കരയിൽ കൂടെ കർത്താവ് നടന്നപ്പോൾ ഇങ്ങനെ പല സ്ഥലങ്ങളിലും കർത്താവ് ശുശ്രൂഷയുമായിട്ടൊന്നും ഈ വെല്ലുവിളി ഉണ്ടായില്ല. കാരണം അതൊന്നും യേശുവിന്റെ ജന്മദേശമായിരുന്നു. കർത്താവിന് തന്നെ അറിയാം, എന്റെ ജന്മദേശത്ത് എനിക്ക് കിട്ടുന്ന അംഗീകാരം ഇത്രയേ ഉള്ളൂ. കാരണം അവരെല്ലാം ഒരു മുൻവിധിയോടെയാണ് യേശുവിനെ കാണുന്നത്. ഇവൻ തച്ചന്റെ മകനല്ലേ, ഇത് ഞങ്ങൾക്കറിയാമല്ലോ. അവന്റെ അപ്പനെ ഞങ്ങൾക്കറിയാം, അവന്റെ അമ്മയെ ഞങ്ങൾക്കറിയാം, അവന്റെ സഹോദരിമാരെ ഞങ്ങൾക്കറിയാം, അവന്റെ സഹോദരന്മാരെ ഞങ്ങൾക്കറിയാം. ഇവൻ ഈ നാട്ടിൽ ഒന്നും ചെയ്യാനില്ല, ഞങ്ങൾക്ക് അവനെ അറിയാമല്ലോ, കുഞ്ഞെന്നാണ് തന്നെ. പക്ഷെ കർത്താവ് അവിടെ ചെയ്തത് ചില രോഗികളല്ലാതെ വേറെ അത്ഭുത പ്രവൃത്തികളും വലിയ പ്രവൃത്തികളും ഒന്നും അവിടെ സംഭവിച്ചില്ല. കാരണം അവരുടെ അവിശ്വാസം ഹേതുവായി അവൻ ആശ്ചര്യപ്പെട്ടു. പിന്നെ നമ്മൾ വായിക്കുന്നത് അവൻ ചുറ്റുമുള്ള കുട്ടികളെ ഉപദേശിച്ചുകൊണ്ട് സഞ്ചരിച്ചു പോകുന്നു എന്ന് പറഞ്ഞാൽ തന്റെ ജന്മദേശം വിട്ട് നസറേത്ത് വിട്ട് കർത്താവ് വേഗം അവിടുന്ന് പോകുന്നത് നമുക്ക് കാണാനായി കഴിയും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ തന്നെ യാത്ര തുടരുമ്പോൾ കർത്താവ് ശിഷ്യന്മാരെ പല സ്ഥലത്തേക്ക് അവരെല്ലാം ചെന്ന് വളരെ വലിയ പ്രവൃത്തികൾ ചെയ്തു. യേശുവിന്റെ നാമത്തിൽ അവർ ചെയ്ത പ്രവൃത്തികളെ കുറിച്ച് പറയുന്നു. 6-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ വളരെ ഭൂതങ്ങളെ പുറത്താക്കുകയും അനേകം രോഗികൾക്ക് എണ്ണ തേച്ച് സൗഖ്യം വരുത്തുകയും ചെയ്തു. ഞാൻ ഇത് വായിക്കാൻ കാരണം നേരത്തെ കർത്താവിന്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരെ അവരുടെ അവിശ്വാസ നിമിത്തം അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തിന്റെ ഒരു ചെറിയ പോരായ്മ നിമിത്തം യേശു അവനെ ശാസിക്കുന്നത് നമുക്ക് കാണാനായി കഴിയും. അതുകൊണ്ടാണ് ഞാൻ ആ വാക്യം പഠിച്ചത്. 6-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ വളരെ ഭൂതങ്ങളെ പുറത്താക്കി 12-ാമത്തെ അങ്ങനെ അവർ പുറപ്പെട്ട് മാനസാന്തരപ്പെടണമെന്ന് പ്രസംഗിച്ചു. വളരെ ഭൂതങ്ങളെ പുറത്താക്കുകയും അനേക രോഗികൾക്ക് എണ്ണ തേച്ച് സൗഖ്യം വരുത്തുകയും ചെയ്തു. അപ്പൊ കർത്താവ് ശിഷ്യന്മാരെ പറഞ്ഞു വിട്ടു. അവർ ചെയ്തത് മാനസാന്തര പ്രസംഗം പ്രസംഗിച്ചു. ജനം മാനസാന്തരപ്പെടണമെന്ന് പ്രസംഗിച്ചു. ആ മാനസാന്തര പ്രസംഗം കേട്ട് മുന്നോട്ട് വന്ന ധാരാളം രോഗികളെ അവർ സൗഖ്യമാക്കുകയും ധാരാളം ഭൂതഗ്രസ്തരെ യേശുവിന്റെ നാമത്തിൽ അവർ സ്വതന്ത്രരാക്കുകയും ചെയ്തു. എണ്ണ തേച്ച് പലർക്കും സൗഖ്യം വരുത്തുകയും ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാനായി കഴിയും. ഇങ്ങനെ തങ്ങളുടെ പ്രവൃത്തികളുമായി മുന്നോട്ട് പോകുമ്പോൾ സ്തോത്രം തിരക്ക് ശുശ്രൂഷയായിരുന്നു ശിഷ്യന്മാരെ കർത്താവ് ചെയ്തുകൊണ്ട്. 6-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം. ഇടയ്ക്കുള്ള ഭാഗം ഞാൻ വിടുന്നു. നമുക്കറിയാം അത് യോഹന്നാൻ സ്നാപകന്റെ ശിരച്ഛേദമാണ് പശ്ചാത്തലം. ഞാൻ അതിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത്. 30-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ നമുക്കറിയാം അവിടെ വളരെ തിരക്ക് പിടിച്ച് ശിഷ്യന്മാർ കർത്താവിന്റെ വേലയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയി. കർത്താവ് അവരോട് പറയുന്നത്, നിങ്ങൾ ഇത്രയും തിരക്ക് പിടിച്ച് ഒത്തിരി ശുശ്രൂഷകൾ ചെയ്ത് എന്നോടൊപ്പം ഈ ദിവസങ്ങളെല്ലാം ആയിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്കൊരു ഏകാന്ത സ്ഥലത്ത് വേറിട്ട് നിന്ന് അല്പം ആശ്വസിച്ചു കൊള്ളുകയും എന്ന് കർത്താവ് പറയുന്നു.
നമുക്ക് കർത്താവിന്റെ ഒരു മനുഷ്യത്വം, കർത്താവിന്റെ ഒരു വലിയ കൺസേൺ ശ്രദ്ധിക്കുക. നേരത്തെ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, കർത്താവ് ശാസിക്കേണ്ട സമയത്ത് ശാസിക്കും, ചെവിയെ പിടിക്കുന്ന സമയത്ത് ചെവിയെ പിടിക്കും, ശിക്ഷിക്കേണ്ട സമയത്ത് ശിക്ഷിക്കും. സ്വത്രം. അതിനെല്ലാം ഒരു കോൺടെക്സ്റ്റ് ഉണ്ട്. അതിനെല്ലാം കർത്താവിന് പറ്റിയൊരു സാഹചര്യമുണ്ട്. ആ ശിഷ്യന്മാരെ കർത്താവ് ശാസിക്കുമ്പോൾ ശിഷ്യന്മാർ മാത്രമേ ഉള്ളൂ. പുരുഷാരത്തിന്റെ നടുവിൽ വെച്ചല്ല കർത്താവിനെ ശാസിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ കർത്താവ് ആ ശിഷ്യന്മാരെ മനസ്സിലാക്കിയിട്ട് പറയുന്നു, നിങ്ങൾ ഇത്രയും ദിവസം എന്നോടുകൂടെ ഉണ്ടായിരുന്നു, പല ശുശ്രൂഷകൾ ചെയ്തു, നിരന്തരമായ പ്രസംഗവും രോഗശാന്തി ശുശ്രൂഷയും ഭൂത ശുശ്രൂഷയും ഒക്കെ ചെയ്ത് നിങ്ങൾ വല്ലാതെ ടയേർഡായി കാണും ദൈവം. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരല്പം ആശ്വാസം ഉൾക്കൊള്ളേണ്ടതിന് ഒരു ഏകാന്ത സ്ഥലത്ത് വേറിട്ട് ചെന്ന് ആശ്വസിച്ചുകൊള്ളുവീൻ എന്ന് കർത്താവ് അവരോട് പറയുന്നു. നോക്കൂ, എത്ര സുന്ദരമാണ് ആ കാഴ്ച. കർത്താവ് ശിഷ്യന്മാർക്ക് ഒരു അവധി കൊടുക്കുന്നു. നിങ്ങൾ പോയി ആശ്വസിച്ചു കൊള്ളുവിൻ. എന്താ, ഈ പുരുഷാരത്തിന്റെയും ഈ തിരക്കിന്റെയും ഈ ബഹളത്തിന്റെയും ഇടയ്ക്ക് നിന്ന് ഒരല്പം സന്തോഷമായി മെന്റലി ഫിസിക്കലി ഒന്ന് ഫ്രീ ആക്കാനായി യേശു ശിഷ്യന്മാരോട് പറയുന്നു. അവരെ ആ സ്ഥലത്തേക്ക്. പക്ഷെ ജനം വിടുന്നുണ്ടോ? അവനെ ജനം അത് മനസ്സിലാക്കി ശേഷം അങ്ങനെ എന്നോ വായിക്കുന്നു 32ാമത്തെ വാക്യത്തിലേക്ക്, അങ്ങനെ അവർ പടകിൽ കയറി ഒരു ഏകാന്ത സ്ഥലത്തേക്ക് വേർപെട്ടു പോയി. പക്ഷെ അവർ പോകുന്നത് പലരും കണ്ടറിഞ്ഞിട്ട് എല്ലാ പട്ടണങ്ങളും കാൽനടയായി അവർക്ക് മുമ്പേ അവിടെ എത്തി. അവർ മനസ്സിലാക്കിയതുപോലെ കാൽനടയായി പണ്ട് പല വാഹനങ്ങളുമായിട്ട് ജനങ്ങൾ അവിടെ എത്തി. ദൈവത്തിന് സ്തോത്രം. ഇവിടെ അത് 34ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, അവൻ പടകിൽ നിന്ന് ഇറങ്ങിയാറെ വലിയ പുരുഷാരത്തെ കണ്ടു. അപ്പൊ യേശു കർത്താവ് അവിടെ എത്തി. ശിഷ്യന്മാരെ മറ്റൊരു സ്ഥലത്തേക്ക് പറഞ്ഞു വിട്ടു. ജനത്തിന്റെ തിരക്കിൽ നിന്ന് ആശ്വാസം കൊള്ളുന്നതിനായി അവിടേക്ക് പറഞ്ഞു വിട്ടു. കർത്താവ് ആ സ്ഥലത്തെത്തി. അവൻ പടകിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു വലിയ പുരുഷാരത്തെ കാണുന്നു. ആ പുരുഷാരം ഇപ്പോൾ ഇടയന്മാരില്ലാത്ത അവസ്ഥയായിരിക്കും. കാരണം ശിഷ്യന്റെ കർത്താവ് മറ്റൊരു സ്ഥലത്തേക്ക് റെസ്റ്റ് ചെയ്യാനായി പറഞ്ഞു വിട്ടു. ഇവിടെ ഇപ്പോൾ പുരുഷാരം മാത്രമേ ഉള്ളൂ. ഇടയനില്ലാത്ത കുറെ ആൾക്കാർ. അത് കർത്താവ് കണ്ടപ്പോൾ കർത്താവിന് സങ്കടമുണ്ടായി. അവരെ കണ്ട് മനസ്സലിഞ്ഞു എന്നാണ് നമുക്ക് അവിടെ വായിക്കാനായി കഴിയും. അവൻ പടകിൽ നിന്ന് ഇറങ്ങിയാറെ വലിയ പുരുഷാരത്തെ കണ്ട് അവൻ ഇടയനില്ലാത്ത ആടുകളെ പോലെ അതുകൊണ്ട് അവരിൽ പലരിലും അവരിൽ മനസ്സലിഞ്ഞ് പലതും ഉപദേശിച്ചു തുടങ്ങി. അവരിൽ മനസ്സലിഞ്ഞ് അവരെ ഉപദേശിക്കാൻ തുടങ്ങി. ഇപ്പൊ അവർക്ക് കർത്താവ് അവരെ മനസ്സിലാക്കി. ഇപ്പോൾ അവരുടെ കൂടെ ഉണ്ടായിരുന്ന അവരുടെ നേതാക്കന്മാരോടും കൂടെ ഇല്ല, ഇടയന്മാരോടും ഇല്ല, അവരുടെ ശുശ്രൂഷക്കാരും അവരുടെ കൂടെ ഇല്ല. അവരെ കണ്ട് കർത്താവ് മനസ്സലിഞ്ഞു. കർത്താവ് ആ സ്ഥാനം ഏറ്റെടുക്കുക. അവരെ കണ്ട് മനസ്സലിഞ്ഞ ശേഷം അവരോട് കർത്താവ് ഉപദേശിക്കാൻ തുടങ്ങി. ഇങ്ങനെ കർത്താവ് അവരുമായി സംവദിച്ചിരിക്കുമ്പോൾ, കർത്താവ് അവരുമായി സംസാരിച്ച് ദൈവവചനം പ്രസ്താവിച്ചു. ദൈവത്തിന്റെ വചനത്തിന്റെ ഉപദേശം അവരുമായി പ്രസ്താവിച്ചിരിക്കുമ്പോൾ വൈകിയപ്പോൾ പിന്നെ നേരം വൈകിട്ട് ശിഷ്യന്മാർ അവന്റെ അടുക്കൽ വന്നു. കണ്ടോ, ശിഷ്യന്മാർ വേറെ ഏതൊരു സ്ഥലത്താണ്. കർത്താവ് അത് മനസ്സിലാക്കി. ആ പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞു. അവരോട് കർത്താവ് വചനം പ്രസംഗിച്ചു. അവർക്ക് ഉപദേശം പറഞ്ഞു കൊടുത്തു. അങ്ങനെ ശിഷ്യന്മാരുമായി കർത്താവ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വൈകിയ നേരത്ത് ശിഷ്യന്മാരെല്ലാവരും മടങ്ങി വന്നു. പിന്നെയാണ് നമ്മൾ വായിച്ച ഭാഗം. നീ ശ്രദ്ധിക്കൂ, 35ാമത്തെ ഭാഗം. പിന്നെ നന്നേ വൈകിട്ട് ശിഷ്യന്മാർ അവന്റെ അടുക്കൽ വന്ന് അവരോട് പറയുക, ഇത് നിർജ്ജനമായ പ്രദേശം, നേരവും നന്നേ വൈകി, ഭക്ഷിപ്പാനില്ലെങ്കിൽ അവർ ചുറ്റുമുള്ള കുടികളിലും കൂരികളിലും ചെന്ന് ഭക്ഷിക്കാൻ വല്ലതും കൈക്കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണമേ എന്ന് പറഞ്ഞു. ശിഷ്യന്മാർ മടങ്ങി വരുമ്പോൾ യേശു പുരുഷാരവുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവ് അവരോട് ഉപദേശിക്കുന്നു. ദൈവത്തിന്റെ വചനം അവരോട് പ്രസ്താവിക്കുന്നു. അത് മനസ്സിലാക്കി ശിഷ്യന്മാർ കർത്താവിനോട് പറഞ്ഞു, ഗുരു, ഇത് ദുർഘട പ്രദേശമല്ലോ, നേരം നന്നായി വൈകി, ഇവർ വിശന്നിരിക്കുക, ഇവർക്ക് ഭക്ഷിപ്പാൻ ഇവിടെ ഒന്നും കാണുന്നില്ല. അതുകൊണ്ട് ഇവരെ അടുത്ത സ്ഥലങ്ങളിലേക്ക്, അടുത്ത പട്ടണത്തിലേക്ക്, അടുത്ത വീടുകളിലേക്ക് ഒരല്പം ഭക്ഷണത്തിനായി അവരെ പറഞ്ഞയക്കുവാൻ അവർ സ്വതന്ത്രമാക്കണമെന്ന് ശിഷ്യന്മാർ യേശുവിനോട് ആവശ്യപ്പെട്ടു. കാര്യങ്ങളാണ് ശിഷ്യന്മാർ അവന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. ഒന്ന്, ഇതൊരു നിർജ്ജന പ്രദേശമാണ്. ദൈവത്തിന്റെ സ്തോത്രം. നിർജ്ജന പ്രദേശം നമുക്കറിയാം, മനുഷ്യൻ സാധാരണ വസിക്കാത്തൊരു സ്ഥലം, മനുഷ്യൻ ചെന്ന് പാർക്കാൻ ഇഷ്ടപ്പെടാത്തൊരു സ്ഥലം, മനുഷ്യവാസമില്ലാത്തൊരു സ്ഥലം. അവിടെയാണ് ഇപ്പോൾ കർത്താവ് ജനങ്ങളുമായിട്ടായിരിക്കുന്നത്. ശിഷ്യന്മാർ അത് മനസ്സിലാക്കി. ദൈവമേ, ഇതൊരു നിർജ്ജന പ്രദേശമാണ്, ആളുകളുടെ പാർപ്പില്ലാത്ത, ആളുകളുടെ സഹവാസമില്ലാത്തൊരു ദേശമാണ്. അതുകൊണ്ട് ദൈവമേ, ഈ നിർജ്ജന പ്രദേശത്ത് ഇനി ഇവർ കഷ്ടപ്പെടാൻ സാധ്യതയുള്ളൂ.
മാത്രമല്ല നേരം നന്നായിട്ട് വൈകിയിരിക്കുന്നു, ഇവർ നന്നായിട്ട് വിശന്നും ഇരിക്കുന്നു. അവരോടുള്ള ഒരു വലിയ താല്പര്യം കൊണ്ട് തന്നെയാണ് കർത്താവിന്റെ ശ്രദ്ധയിൽ ആ 3 കാര്യങ്ങൾ ശിഷ്യന്മാർ കൊണ്ടുവന്നത്. പക്ഷെ നോക്കൂ, കർത്താവ് പറയുന്നത് എന്താ പറയുക? കർത്താവ് പറയുന്നത് നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കും. പ്രതിബന്ധങ്ങളെല്ലാം കർത്താവിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന ശേഷം കർത്താവ് പ്രതികരിക്കുന്നത് അതിനോട് ചേർന്നല്ല. അയ്യോ, ഞാനും അതങ്ങ് മറന്നുപോയി, ഇത് ആൾക്കാരില്ലാത്തൊരു സ്ഥലമാണ്, ഭക്ഷിക്കാനില്ലാത്ത ദേശമാണ്, ഇവരാകെപ്പാടെ വിശന്നിരിക്കുന്നു എന്നൊന്നും പറഞ്ഞ് ശിഷ്യന്മാരോട് കൂടെ കൂടാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. കർത്താവ് ആ പ്രതിസന്ധിയെ നേരിടുന്നത് മറ്റൊരു നിലയിലാണ്, മറ്റൊരു ദിശയിലാണ്. കർത്താവ് പറയുന്നത് നിങ്ങൾ ഈ പ്രശ്നത്തെ അഭിമുഖീകരിക്കണം, നിങ്ങൾ ഈ പ്രശ്നത്തെ കൈകാര്യം ചെയ്യണം. ഒരു നിർജ്ജനമായ പ്രദേശത്ത് നിങ്ങൾ എത്തുമ്പോൾ, വല്ലാതെ അപരിചിതമായ ഒരു സ്ഥലത്ത് നിങ്ങൾ എത്തുമ്പോൾ, അസമയമാകുമ്പോൾ, കാര്യങ്ങളെല്ലാം അസ്ഥാനത്തായി തീരുന്ന ഒരു പശ്ചാത്തലം നിങ്ങൾക്കുണ്ടാകുമ്പോൾ, അങ്ങനെ ഒരു ജീവിത സാഹചര്യത്തിൽ നിങ്ങൾ ഏർപ്പെടുമ്പോൾ ആ വിഷയങ്ങളിൽ നിന്ന് ഓടിപ്പോകാനല്ല നിങ്ങൾ ശ്രമിക്കേണ്ടത്. മറിച്ച് ആ വിഷയത്തെ തരണം ചെയ്യുവാൻ, ആ വിഷയത്തെ അഭിമുഖീകരിക്കുവാൻ, ആ വിഷയത്തെ കൈക്കൊള്ളുവാനായി, ആ വിഷയത്തെ ഫേസ് ചെയ്യുവാനായി നിങ്ങൾക്ക് കഴിയണം. പറയുന്നു നിങ്ങൾ അവർക്ക് ഭക്ഷണം കഴിക്കാൻ കൊടുക്കണം. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ ദേശമെമ്പാടും ലോകമെമ്പാടും നമ്മൾ ഈ കാഴ്ച കാണാം. ഇപ്പോൾ മനുഷ്യരില്ലാത്തൊരവസ്ഥയാണ് തെരുവുകൾ. ദൈവത്തിന് സ്തോത്രം. നിർജ്ജനമായ ദേശം, മനുഷ്യരെല്ലാം ഇപ്പോൾ വീട്ടിലാണ്. സ്തോത്രം. ഇപ്പോൾ എല്ലാവരും വീടുകളിൽ ഇരിക്കുന്നു. സ്തോത്രം. ചിലർക്കൊക്കെ നന്നായിട്ട് ഭക്ഷണം കഴിക്കാനുള്ള അവസ്ഥയാണ് ഇപ്പോൾ, ചിലർക്ക് തീരെ ഭക്ഷണം കിട്ടുന്നേ ഇല്ല. സ്തോത്രം. ഇവിടെ കർത്താവ് പറയുന്നു നിങ്ങൾ അവർക്ക് ഭക്ഷണം കഴിക്കാൻ കൊടുക്കണം. ആ പ്രശ്നത്തിന്റെ രൂക്ഷതയല്ല നിങ്ങളെ ബാധിക്കേണ്ടത്, മറിച്ച് ആ പ്രശ്നത്തെ എങ്ങനെ തരണം ചെയ്യാനായി കഴിയണം എന്ന് നിങ്ങൾ ചിന്തിക്കണം എന്ന് യേശു അവരെ പഠിപ്പിച്ചു. വലിയ ചോദ്യമാണ് യേശുവിന്റെ മുമ്പാകെ കൊണ്ടുവന്നത്, വലിയ പ്രതിസന്ധിയാണ് യേശുവിന്റെ മുമ്പാകെ അവർ കൊണ്ടുവന്നത്, വലിയ ഒരു ക്രൈസിസ് ആണ് യേശുവിന്റെ ശ്രദ്ധയിൽ അവർ കൊണ്ടുവന്നത്. പക്ഷെ അതിനെ എത്ര ലാഘവത്തോടെയാണ് കണ്ടത്. ആ പ്രശ്നത്തെ ലഘൂകരിക്കല്ല, പക്ഷെ ആ വിഷയത്തെ കൈകാര്യം യേശുവിന്റെ നിലയിലാണ്. കർത്താവ് പറയുന്നു നിങ്ങൾ അവർക്ക് ഭക്ഷണം കഴിക്കാനായി വെക്കണം. നിങ്ങളുടെ തന്നെ കയ്യിൽ അതിന്റെ പരിഹാരമുണ്ട്. യേശു പറയുന്നു നിങ്ങൾക്ക് അതിനെ പരിഹരിക്കാൻ കഴിയും, ശ്രദ്ധിച്ചാൽ മതിയാവും. ദൈവത്തിന് സ്തോത്രം. യേശു അവരോട് പറയുന്നു നിങ്ങൾ അവർക്ക് ഭക്ഷണം കഴിപ്പാനായി കൊടുപ്പീൻ. എന്നിട്ട് ശിഷ്യന്മാരെ പറയുന്നു ഗുരു, ഞങ്ങൾ ഇപ്പോൾ പോയി 200 വെള്ളിക്കാശിന് അപ്പം വാങ്ങിക്കൊണ്ടാലും ഈ പുരുഷാരത്തിനൊന്നും കൊടുത്തു തീർക്കാനായി കഴിയുകയില്ല. ദൈവത്തിന് സ്തോത്രം. പക്ഷെ കർത്താവ് അവരെ ആശ്വസിപ്പിക്കുകയും ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുകയും ചെയ്യും. ദൈവമേതിലെ സ്തോത്രം. നമുക്ക് അവിടെ കാണാനായി കഴിയുന്ന ഒരു കാര്യം, കർത്താവ് പറയുന്നു നിങ്ങളുടെ കയ്യിൽ എന്തോ ഉണ്ട്. ശിഷ്യന്മാർ പറയുന്നു ഞങ്ങളുടെ കയ്യിൽ ഇവിടെ 5 അപ്പവും 2 മീനും ഉണ്ട്. കർത്താവ് അത് കയ്യിലെടുത്ത് വാഴ്ത്തി നുറുക്കി പുരുഷാരത്തിന് കൊടുത്തു. അവർ ഭക്ഷിച്ചു. 5000-ലധികം പുരുഷന്മാർ തന്നെ ഭക്ഷിച്ചതായിട്ടാണ് നമുക്ക് അവിടെ കാണാനായി കഴിയും. ദൈവത്തിലെ നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു വിഷയം എന്താണ്? നാം ഒരു പ്രതീക്ഷയുമില്ലാത്ത സ്ഥാനത്തെത്തിയാൽ, നിർജ്ജനമായ പ്രദേശത്തെത്തിയാൽ, വല്ലാതെ നേരം വൈകിയ അനുഭവത്തിൽ നമ്മൾ എത്തിയാൽ, ഭക്ഷിപ്പാൻ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നമ്മൾ എത്തിയാൽ, ദുരിതങ്ങൾ മാത്രമുള്ള ഒരു ജീവിത അനുഭവത്തിൽ കൂടെ നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് പ്രതീക്ഷ എന്താണുള്ളത്? ശിഷ്യന്മാരെ പോലെ ആ വിഷയങ്ങളുടെ നടുവിൽ പതറിപ്പോകാനല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിനകത്തൊരു പരിഹാരം കണ്ടെത്തുവാൻ ഒരു ദൈവമായി കഴിയണം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ എന്ത് കുഞ്ഞവസ്ഥയോ എന്ത് കുഞ്ഞു വസ്തുവുണ്ടോ അത് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുത്താൽ ഈ വിഷയം മറുപടി ഉണ്ടാകുമെന്ന് കർത്താവ് ശിഷ്യന്മാരെ ഇന്ന് പകലിക്കാലം ദൈവത്തിൽ വിശ്വസിക്കാനായി കഴിയുമോ? നിന്നിലുള്ളതിനെ യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നാൽ, നിന്നിലുള്ളതിനെ കർത്താവിലേക്ക് കൊണ്ടുവന്ന് അതിനെ പങ്കുവയ്ക്കാൻ നിതായാൽ നിനക്ക് മാത്രമല്ല വിഷയത്തിന് മറുപടി ഉണ്ടാകുന്നത്, ഒരു ദേശത്തിന് തന്നെ വിടുതലുണ്ടാകും. ആ പ്രശ്നം വലിയ പ്രശ്നമായി നിൽക്കുമ്പോൾ, ആ ചോദ്യം വലിയ ചോദ്യമായി തന്നെ നിൽക്കുമ്പോൾ, ആ ഭീതി വലിയ ഭീതിയായി നിൽക്കുമ്പോൾ, മാറ്റപ്പെടാത്ത ഒരു വലിയ ക്രൈസിസ് ആയ ആ വിഷയം അവിടെ തന്നെ നിൽക്കുമ്പോൾ, അത് കണ്ട് ഭാരപ്പെടുവാൻ, അത് കണ്ട് വേദനിക്കുവാൻ അല്ല നീ തയ്യാറാകേണ്ടത്. മറിച്ച് നിന്നിലുള്ളതിനെയും കൊണ്ട് യേശുവിന്റെ അടുക്കലേക്ക് വന്നാൽ, നിന്നിലുള്ളതിനെ യേശുവിന്റെ അടുക്കൽ
സമർപ്പിച്ചാൽ, നിന്നിലുള്ളതിനെ ദൈവത്തിന്റെ കരങ്ങളിൽ കൊടുത്ത് പങ്കുവയ്ക്കാൻ നീ തയ്യാറായാൽ നിന്റെ വീട്ടിൽ വിടുതലാണ്, നിന്റെ കുഞ്ഞുങ്ങൾക്ക് വിടുതലാണ്, മാത്രമല്ല ദേശത്തിന് വിടുതലാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം യേശുവിൽ വിശ്വസിച്ചാൽ, നിനക്കുള്ളതിനെ പങ്കുവെക്കാൻ തയ്യാറായാൽ ഈ ക്രൈസിസ് ഇന്ന് മാറും. ദൈവത്തിന് സ്തോത്രം. ഈ നിർജ്ജനാവസ്ഥ ഇന്ന് മാറും, ഈ ഭീതി ഇന്ന് മാറും, ഈ ക്ലേശം ഇന്ന് മാറും, ഈ കഷ്ടത ഇന്ന് മാറും. കാരണം എത്തേണ്ടടുത്ത് ആ വിഷയം എത്തുമ്പോൾ, പങ്കുവെക്കാനാ നീ തയ്യാറാകുമ്പോൾ, നിന്നിലുള്ളതിനെ നീ യേശുവിന്റെ കയ്യിലെ കൊടുക്കുവാനായി തയ്യാറാകുമ്പോൾ, നിന്റെ ദേശത്ത് വലിയ സമൃദ്ധി ഉണ്ടാകും. നമ്മെ പഠിപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പ്രയാസം ഇതാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. ഈ പ്രതിബന്ധങ്ങളെ മാത്രമേ നമുക്ക് നോക്കാനായി കഴിയുന്നുള്ളൂ. ഈ പ്രതിബന്ധങ്ങളെ മാത്രമേ നമുക്ക് കാണാനായി കഴിയുന്നുള്ളൂ. ഇതൊരു നിർജ്ജന പ്രദേശമാണെന്ന് മാത്രമേ നമുക്കറിയുള്ളൂ. ഇത് നേരെ വൈകിപ്പോയി, ഇവിടെ ഒന്നും സംഭവിക്കില്ല, ഈ അസമയത്ത് ഒരു വിടുതലും സംഭവിക്കില്ല എന്ന് മാത്രമാണ് നമ്മുടെ മനസ്സിലുള്ളത്. ഹല്ലേലൂയ. ഈ ഭക്ഷിക്കാനൊന്നുമില്ല. ഇവിടെ ഈ നെഗറ്റീവ് കാര്യങ്ങളെല്ലാം അവരുടെ മനസ്സിലിരിക്കുമ്പോൾ യേശു പറയുന്നു, ഇതിനകത്തൊരു വിടുതലുണ്ട്. സ്വന്തം നിങ്ങൾക്കതിന് കഴിയും. നിങ്ങൾക്കുള്ളതിനെ പങ്കുവയ്ക്കാൻ തയ്യാറായാൽ, ദൈവത്തിന് സ്തോത്രം, നിങ്ങൾക്ക് ആ വിഷയത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ എന്ന് ശിഷ്യന്മാരെ കർത്താവ് ധൈര്യപ്പെടുത്തി. ദൈവത്തിന് അവർക്ക് വിശ്വാസം ഉണ്ടാകുവാൻ അവരുടെ കയ്യിലുള്ള 5 അപ്പത്തെയും 2 മീനിനെയും കർത്താവ് എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി വാഴ്ത്തി നുറുക്കി കൊടുത്തു. 12 കൊട്ട ശേഷിപ്പിച്ചതും നമുക്ക് അവിടെ കാണാൻ കഴിയും. അതൊരു വലിയ ചരിത്രമാണ്. ദൈവമതിലെ ഈ പകലിക്കാലം ഞാൻ നിങ്ങളുടെ വചനത്തിൽ കൂടെ ബോധിപ്പിക്കാനായി ആഗ്രഹിക്കുന്നത്, വിഷയങ്ങളുടെ നടുവിൽ പതറിപ്പോകാനല്ല. കൃത്യമായ പ്രദേശത്ത് ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് നീ ക്ഷീണിമല്ല നിന്നെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, മരുഭൂമി, നിർജ്ജന പ്രദേശം മരുഭൂമിയാണ്. മരുഭൂമിയിൽ നാം കർത്താവിന്റെ പ്രവൃത്തികൾ എന്ത് എന്ന് നമുക്ക് തിരിച്ചറിയാനായി കഴിയും. ദൈവത്തിന് സ്തോത്രം. മരുഭൂമിയിൽ കർത്താവ് മഞ്ഞ അയക്കുന്ന ദൈവമാണ്. നിർജ്ജന പ്രദേശത്ത് അവൻ നീരുറവുകളെയും ദൈവം തുറക്കുന്ന ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. യെശയ്യാപ്രവചനം 35-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ കാണാനായി കഴിയുന്നു, മരുഭൂമിയും വരണ്ട നിലവാരിക്കും, നിർജ്ജന പ്രദേശം ഉല്ലസിച്ച് പനിനീർ പുഷ്പം പോലെയാകും. ദൈവത്തിന് സ്തോത്രം. മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കും. ദൈവത്തിലെ നീ ദൈവത്തിൽ വിശ്വസിച്ചാൽ നിന്റെ നിർജ്ജനമായ അവസ്ഥയിൽ നിന്ന്, മരുഭൂമിയുടെ അവസ്ഥയിൽ നിന്ന്, വരണ്ട നിലത്തിന്റെ അവസ്ഥയിൽ നിനക്ക് ദൈവത്തിൽ ആനന്ദിക്കുവാൻ. പ്രിയപ്പെട്ടവരെ, ലോകം ഇപ്പോൾ ഏറ്റവും ക്ലേശകരമായ അനുഭവത്തിൽ കൂടെ മുന്നോട്ട് പോകുന്നു. ദൈവത്തിൽ പ്രത്യാശ വെക്കാത്തവന് നിരാശയുടെ അനുഭവത്തിൽ കൂടെയാണ് മുന്നോട്ട് പോകുന്നത്. നാളെ എന്താകും, എന്റെ ജോലി എന്താകും, എന്റെ മനം എന്താകും, എന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി എന്താകും, നാളേക്ക് ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണോ ഞാൻ മുന്നോട്ട് പോകുന്നതെങ്കിൽ എന്റെ അവസ്ഥ എന്തായിത്തീരും എന്നൊക്കെ വിചാരിച്ച് നീ ഭാരപ്പെടുന്നുവെങ്കിൽ, ദൈവമേ, മരുഭൂമിയുടെയും മരണത്തിന്റെയും അനുഭവത്തിൽ നീ യേശുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, നീ ദൈവത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നിനക്കൊരു ആനന്ദത്തിന്റെ അവസ്ഥയുണ്ട്. ദൈവത്തിന് സ്തോത്രം. യശയ്യാപ്രവാചകൻ വിളിച്ചു പറയുന്നു, മരുഭൂമിയിലും വരണ്ട നിലത്തും നിനക്ക് ആനന്ദിക്കുവാനായി കഴിയും. നിർജ്ജന പ്രദേശത്ത് നിനക്ക് ഉല്ലസിക്കുവാനായി കഴിയും. അവിടെ ഒരു പുഷ്പം പൂക്കുന്നതിന്റെ സുഗന്ധം നിനക്ക് മനസ്സിലാക്കാനായി കഴിയും. ദൈവത്തിന് സ്തോത്രം. നിർജ്ജന പ്രദേശത്ത് ഒരു പൂ പൂത്തു കഴിഞ്ഞാൽ, നിർജ്ജന പ്രദേശത്ത് ഒരു പുല്ലിന്റെ നാവുണ്ടായാൽ ആ ദേശത്തുണ്ടാകുന്ന അതിന് സന്തോഷം എന്തായിരിക്കും? ദൈവമേ, നിർജീവമായിരിക്കുന്ന എന്റെ ജീവിതത്തിന്റെ, നിരാശപ്പെട്ടിരിക്കുന്ന എന്റെ ജീവിതത്തിന്റെ ഈ അവസ്ഥയിൽ ഒരു പൂ പൂത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സന്തോഷം, അത് കാണുവാനായി കഴിഞ്ഞാൽ, യേശുവിൽ വിശ്വസിച്ചാൽ, ദൈവത്തിൽ വിശ്വസിച്ചാൽ അത് ആനന്ദമായി പരിണമിക്കും. മരുഭൂമിയും മരണനിലയും ആനന്ദത്തിന് കാരണമായി തീരും. നിർജ്ജന പ്രദേശം ഉല്ലസിച്ച് പനിനീർ പുഷ്പം പോലെയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവമൈതലേ, നിരാശ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകട്ടെ. മുമ്പിൽ നിൽക്കുന്ന ചോദ്യം എത്രയാവട്ടെ, അതിന്റെ ഭീകരത കണ്ടല്ല നീ ഹല്ലേലൂയ അധൈര്യപ്പെടേണ്ടത്, മറിച്ച് അതിന്റെ ഉള്ളിൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് നീ മനസ്സിലാക്കണം. ദൈവത്തിന് സ്തോത്രം. യെശയ്യാപ്രവചനം 41-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ഞാൻ പാഴ്മലകളിൽ നദികളെയും താഴ്വരകളുടെ നടുവിൽ ഉറവുകളെയും തുറക്കും, മരുഭൂമിയെ ഞാൻ നീർപ്പൊയ്കയും വരണ്ട നിലത്തെ നീരുറവകളുമാക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവമതിലെ മരുഭൂമിയിൽ നീ ഒറ്റയ്ക്കല്ല, നീ അറിയുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ പാഴ്മലകളിൽ നദികളെയും ഉറവുകളെയും ദൈവത്തിന് സ്തോത്രം. മരുഭൂമിയിൽ ഞാൻ നീർപ്പൊയ്കയും വരണ്ട നിലത്തെ നീരുറവകളെയും തുറക്കും. ഒരു മനുഷ്യനും ഇവിടെ ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് മരുഭൂമിയെ എഴുതി തള്ളും.
നാളെ കുറിച്ച് ആശപ്പെടട്ടെ, ലോകം അതിന്റെ ഭീകരയിൽ മുന്നോട്ട് പോകട്ടെ. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവമൈതൽ, യേശുവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവമൈതൽ, നിന്റെ പടകിൽ യാത്ര ചെയ്യുന്ന ഒരു ദൈവമൈതലിനെ ആശ്വസിക്കുന്നുണ്ട്. കാരണം അവൻ നിന്നോടൊപ്പം യാത്ര ചെയ്യുന്നവനാണ്. അവൻ നിന്റെ പടകിലുണ്ട്. ഈ വിശ്വാസ പടകിൽ അവൻ നിന്നോട് കൂടെയുണ്ട് എന്ന് തിരിച്ചറിയുക. ഈ വരണ്ട നിലത്തും ഒരു നീരോധം കിടക്കുവാൻ കഴിയുന്ന ഒരു 40-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, യെശയ്യാ 43-ാം അധ്യായത്തിന്റെ 10-ാമത്തെ തീയതൊന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കും, നിങ്ങൾ അറിയുന്നില്ലയോ? അതെ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജനപ്രദേശത്ത് നദികളും ഉണ്ടാക്കുന്ന ദൈവത്തിന് സ്തോത്രം. നദികൾ ഉണ്ടാക്കുന്ന ദൈവം, വഴി ഉണ്ടാക്കുന്ന ദൈവം. മരുഭൂമിയിൽ എന്തിനാണ് വഴി? സ്തോത്രം. മരുഭൂമിയിൽ കൂടെ മനുഷ്യൻ എങ്ങോട്ട് പോകാനാണ്? മനുഷ്യന് ആ മരുഭൂമിയിൽ ഒരു വഴിയുടെ ഒരു പ്രസക്തിയുമില്ല, അതിന്റെ ആവശ്യമില്ല. മരുഭൂമിയിൽ വഴി ഉണ്ടാക്കുന്ന ദൈവം. വഴിയുണ്ടാക്കിയാൽ അതിന് വികസനമുണ്ട്, അതിന് നന്മയുണ്ട്, അതിന് പുതിയ 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 പ്രതീക്ഷകളുണ്ട്. ദൈവത്തിന് സ്തോത്രം. മരുഭൂമിയിൽ വഴിയെ തുറക്കുന്ന ദൈവം. വഴി നിർജ്ജന പ്രദേശം വഴി തുറക്കുന്ന നമ്മുടെ ദാഹശമനത്തിന് വേണ്ടി നീരുറവുകളെ പൊട്ടിപ്പുറപ്പെടുവിക്കുന്ന ഒരു കർത്താവ് ദൈവം. ഈ പ്രദേശത്തെ കണ്ട് നീ ഭാരപ്പെടേണ്ട, നേരം വൈകി എന്ന് പറഞ്ഞുകൊണ്ട് നീ ഭാരപ്പെടേണ്ട, പക്ഷിപ്പാടില്ല എന്ന് വേദനിക്കേണ്ട കാര്യമില്ല. നിന്റെ വിഷയത്തിന്റെ നടുവിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവം നിനക്ക്. ദൈവത്തിന് ഹാഗാറിനെ നോക്കുക. ആ മരുഭൂമിയിൽ ഒറ്റയ്ക്കായത് അവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ബർശേബ മരുഭൂമിയിൽ കൂടി അവർ ഉഴന്ന് അലഞ്ഞു നടക്കുമ്പോൾ കയ്യിലുണ്ടായിരുന്ന ഒരു പത്രം തീർന്നു, ഒരല്പം അപ്പമുണ്ടായിരുന്നു, അതും വേഗത്തിൽ തീർന്നു. ഇപ്പോൾ രണ്ടുപേരും വേദനിക്കുക. സ്തോത്രം. കുഞ്ഞിന്റെ മരണം കാണേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ആ ഒരു അമ്പിനടുത്ത് നമുക്ക് കാണാനായി കഴിയും. ദൈവത്തിലെ ഒരമ്മയും തന്റെ കുഞ്ഞിങ്ങനെ കുടിക്കാൻ വെള്ളമില്ലാതെ ദാഹജലമില്ലാതെ മരിക്കുന്നത് ഒരമ്മയ്ക്ക് കഴിയില്ല. അവൾ മാറിയിരുന്ന് കരയുകയാണ്. എന്നാൽ പൈതൽ നിലവിളിക്കാൻ തുടങ്ങി. ദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറയുന്നു, ആരെ പൈതൽ ഇരിക്കുന്നിടത്ത് തന്നെ അവന്റെ നിലവിളി ഞാൻ കേട്ടിരിക്കുന്നു. ഈ മരുഭൂമിയിൽ ഞാൻ തുറന്നിരിക്കുന്നു. സ്തോത്രം. നീ ചെന്ന് അവിടെ ചെന്ന് ഈ മരുഭൂമി, ഈ നിർജ്ജന പ്രദേശത്ത്, ഈ സ്ഥാനത്ത് നിന്നെയും നിന്റെ പൈതലിനെയും കരുതുവാൻ ഞാൻ തയ്യാറായി നിൽക്കുന്നു. ഈ പൈതലിനെ വെള്ളം കുടിക്കുവാൻ ഒരു നീരുറവ് തുറന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവമൈതലെ ഭാരപ്പെട്ടിരിക്കുവാനല്ല ദൈവത്തെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഈ നിർജ്ജനമായ പ്രദേശത്ത് നീ ഒറ്റയ്ക്കായി പോയെന്നല്ല നീ വിചാരിക്കുന്നത്. നിന്നോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നേരം വൈകിപ്പോയി എന്ന് വിചാരിച്ച് നീ മാനസികമായി ദുഃഖിക്കേണ്ടതല്ല. ദൈവമൈതലെ നിന്നോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു ദൈവം നിനക്കുണ്ട്. നിനക്ക് ഭക്ഷിപ്പാനില്ല, നിനക്ക് കുടിക്കാനില്ല, സാമ്പത്തികമായ പരിമിതികളുണ്ട് എന്ന് പറഞ്ഞ് വേദനിക്കാനല്ല ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഉള്ളത് പങ്കുവയ്ക്കാൻ തയ്യാറായാൽ നിന്നെ വിശാലത്തിലേക്ക് നടത്തുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതുവരെയും കാണാത്തൊരു വലിയ അത്ഭുതമാണ് ശിഷ്യന്മാർ സാക്ഷ്യം വഹിച്ചത്. എന്താണെന്ന് അറിയാമോ? കർത്താവ് അപ്പത്തെ എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തിട്ട് പറഞ്ഞു, കൊടുക്കുക പുരുഷാരത്തിന്. സ്തോത്രം. അവരെ പന്തിയായി ഇരുത്താനായി ആവശ്യപ്പെട്ടു. എല്ലാവർക്കും കൊടുത്തു. എല്ലാവരും തിന്ന് തൃപ്തരായി. ശേഷിച്ച 12 കൊട്ട തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. കളക്ട് ചെയ്തു. ദൈവത്തിന് സ്തോത്രം. ദൈവമൈതലേ, ഈ പകൽക്കാലം ശ്രദ്ധിക്കുക. നിന്റെ ചോദ്യത്തിലേക്ക് നീ മടങ്ങിപ്പോയിട്ട് ദൈവം നിനക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് മനസ്സിലാക്കുക. ഇങ്ങനെ ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും നീ നിരാശപ്പെട്ടിട്ടില്ലേ? ഈ നിർജ്ജന പ്രദേശത്ത് ഞാൻ എന്ത് ചെയ്യും? എന്റെ സമയം പോയല്ലോ, എനിക്ക് കഴിയാനില്ലല്ലോ, എനിക്ക് കുടിക്കാനില്ലല്ലോ, എന്റെ ജീവിതം ഇനി എന്തായി തീരുമെന്ന് പറഞ്ഞ നിരാശയുടെ പലവട്ടത്തിൽ അനുഭവം ഉണ്ടായിട്ടില്ലേ? പക്ഷെ ഓർക്കുക, അവിടെയെല്ലാം സ്വർഗസ്ഥനായ ദൈവം നിനക്ക് വേണ്ടി പ്രത്യക്ഷപ്പെട്ട് പുതിയ നന്മകൾ, പുതിയ നാമ്പുകൾ, പുതിയ പ്രതീക്ഷ നിനക്ക് തന്നില്ലേ? ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഇന്നലെ ഹല്ലേലൂയ, ഈ വലിയ ചോദ്യചിഹ്നം സ്തോത്രം നിന്റെ ജീവിതത്തിൽ ഏശുന്നില്ല എന്ന് തിരിച്ചറിയ. കാരണം നസ്രയനായ കർത്താവ് നമ്മോട് കൂടെ ഉണ്ട്. ഹല്ലേലൂയ. അവൻ പടകിൽ നമ്മോട് കൂടെ യാത്ര ചെയ്യുന്ന ദൈവമാണ്. നമ്മുടെ അവിശ്വാസം പലപ്പോഴും നമുക്ക് ശാസനയും ശിക്ഷയും ക്ഷണിച്ചു വരുത്തുന്നു. എന്നാലും ദൈവം നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടത് ചെയ്യിപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. നിന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യിപ്പിക്കണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ടോ അതെല്ലാം ചെയ്യിപ്പിക്കുന്നവനാണ് എന്റെ കർത്താവ്. തക്ക സമയത്ത് നിന്നെ ശാസിക്കുന്ന ഒരു ദൈവം, തക്ക സമയത്ത് നിന്നെ
ശിക്ഷിക്കുന്ന ദൈവം, നിനക്ക് വേണ്ടി കാറ്റെ അടങ്ങുക, കടലെ ശാന്തമാകുക എന്ന് പറഞ്ഞ് പ്രകൃതിയെ നിനക്ക് വേണ്ടി അനുകൂലമാക്കുന്ന ഒരു ദൈവം നിനക്കുണ്ട്. ദൈവത്തിന് സ്തോത്രം. നിന്നെ തക്ക സമയത്ത് അതാത് സ്ഥലങ്ങളിൽ പറഞ്ഞുവിട്ട് നിന്നെ കൊണ്ട് ചെയ്യിക്കേണ്ട കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്ന ഒരു ദൈവം നിനക്കുണ്ട്. പക്ഷേ നിന്റെ നിർണായകമായ ചോദ്യത്തിന്റെ നടുവിൽ നിനക്ക് തന്നെ മറുപടിയുണ്ട്. അത് യേശുവിൽ നോക്കിയാൽ ആ മറുപടി നിനക്ക് സുതാര്യമായി ലഭ്യമാകും. ദൈവത്തിന് സ്തോത്രം. യേശുവിന്റെ ശ്രദ്ധയിൽപ്പെടുന്ന പ്രശ്നങ്ങൾക്ക് കർത്താവ് മറുപടി അയക്കുന്നത് നമുക്ക് കാണാൻ. ഗുരു പ്രദേശമാണ്. ഗുരു നന്നായിട്ട് നേരം വൈകിയിരിക്കുന്നു, വല്ലാതെ താമസിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കാരണം ഇവർക്ക് ഇനി വീട്ടിൽ പോയി ഭക്ഷിക്കാനുള്ള സമയം എപ്പോഴാണ്? വല്ലാതെ അവർ ക്ഷണിച്ചിരിക്കുന്നു, വല്ലാതെ അവർ വിശന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഭക്ഷിപ്പാൻ അവരുടെ കയ്യിൽ ഒന്നും. ദൈവത്തിലെ ഈ വലിയ പ്രശ്നം കർത്താവിന്റെ ശ്രദ്ധയിൽപ്പെടുമ്പോൾ കർത്താവ് പറയുന്നു, നിങ്ങൾക്കെതിരെ പരിഹരിക്കാനായി കഴിയും. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് അവർക്ക് ഭക്ഷിപ്പാനായി കൊടുക്കാനായി കഴിയും. ദൈവത്തിലെ നമ്മളിലുള്ളതിനെ പങ്കുവെച്ചാൽ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകും. ഹല്ലേലൂയ. നമ്മളിലുള്ളതിനെ ദൈവത്തിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നാൽ പ്രശ്നത്തിന് പരിഹാരമുണ്ട്. ആ ചോദ്യമായിട്ട് എപ്പോൾ വേണമെങ്കിൽ നിർത്താം. പരിഹാരം കണ്ടെത്തേണ്ട എന്ന് നമ്മൾ നിശ്ചയിച്ചാൽ പരിഹാരം വരികയില്ല തന്നെ. എന്നാൽ ആ പ്രശ്നത്തേക്ക് കൊണ്ടുവന്നാൽ അതിനൊരു പരിഹാരമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതിനൊരു വിടുതലുണ്ട്. എവിടെയാണ് ചോദ്യം എത്തിക്കേണ്ടത്, എവിടെയാണോ ആ പ്രശ്നം കൊണ്ടുവരേണ്ടത്, അവിടെ നീ അതിനെ കൊണ്ടുവന്നാൽ നിനക്ക് ആ പ്രശ്നത്തിന് മറുപടിയുണ്ട്. ഇന്ന് മുതൽ കണ്ണുകടച്ച ദൈവത്തോട് പ്രാർത്ഥിക്കാം. ലോകം അതിന്റെ ദുരന്തമായ അനുഭവത്തിൽ കൂടെ മുന്നോട്ട് പോകുന്നു. നാളെ കുറിച്ച് അവർ വല്ലാതെ ആശപ്പെടുന്നു. അവരുടെ ഭാവി എന്താകും, അവരുടെ കുടുംബത്തിന്റെ അവസ്ഥ എന്താകും, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം എന്താകും, കുഞ്ഞുങ്ങളുടെ ഭാവി എന്താകും, നിശ്ചയിച്ച കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ, വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ലോക നിരാശയുടെ പടുകുഴിയിലേക്ക് പോകുമ്പോൾ ദൈവവൈദ്യലെ ഒന്നിനെ കുറിച്ച് നിരാശപ്പെടുത്താതെ ഫിലിപ്പ് ലേഖനത്തിലെ അപ്രസിദ്ധമായ വാക്യം കർത്താവ് പറയുന്നു, ഒന്നിനെ കുറിച്ച് വിചാരപ്പെട്ട സകലവും പ്രാർത്ഥനയാലും ഉപേക്ഷയാലും നിന്റെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അറിയിക്കത്രേ വേണ്ടത്. സ്വർഗസ്ഥനായ ദൈവം നിന്റെ ആവശ്യങ്ങൾ അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. 4-ാം അധ്യായത്തിലെ അതിന്റെ തൊട്ട് അടുത്ത ഭാഗങ്ങൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തോളം ക്രിസ്തുയേശുവിൽ ആ ബുദ്ധിമുട്ടുകൾ തീർത്ത ദൈവം നിന്റെ പക്ഷത്തുണ്ട്. സ്തോത്രം. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടുന്നു, ഒന്നിനെ കുറിച്ചും അധൈര്യപ്പെട്ടു പോകരുത്, ഒന്നിനെ കുറിച്ചും നിരാശപ്പെട്ടു പോകരുത്. നിന്റെ കുടുംബത്തിന്റെ അവസ്ഥ, നിന്റെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ, നിന്റെ ഭാവിയുടെ അവസ്ഥ, നിന്റെ ജോലിയുടെ അവസ്ഥ, നിന്റെ സാമ്പത്തിക അവസ്ഥ, ലോകത്തിന്റെ പോക്ക്, ഇതൊന്നും കണ്ട് നീ ഭാരപ്പെടേണ്ട. കാരണം നിന്റെ പടകിൽ നിന്നോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു യേശുവുണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവവൈദ്യലെ പ്രശ്നം നടുവിൽ പകച്ചു പോകാതെ, പ്രശ്നത്തിന്റെ നടുവിൽ അന്താളിച്ചു പോകാൻ ഇടവരാതെ, പ്രശ്നത്തിന്റെ നടുവിൽ നിരാശപ്പെട്ടു പോകാൻ ഇടവരാതെ, പ്രശ്നത്തിന്റെ നടുവിൽ മടുത്തു പോകാൻ ഇടവരാതെ, ദൈവത്തിലുള്ള ആശ്രയത്തിൽ, ദൈവത്തിലുള്ള വിശ്വാസത്തിൽ യേശു എന്നോടൊപ്പമുണ്ട്, അവൻ ഈ പ്രശ്നത്തിന് പരിഹാരമാക്കാൻ കഴിയും എന്ന് യേശുവിൽ വിശ്വസിച്ച് വിഷയത്തെ യേശുവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നാൽ അതിനെ സമാപ്തിയിലേക്ക് നടത്തുന്ന, അതിനെ പരിഹാരത്തിലേക്ക് നടത്തുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നിർജ്ജന പ്രദേശത്ത് അതിൽ വഴികളെ തുറക്കുന്ന ഒരു ദൈവമുണ്ട്. മരുഭൂമിയിൽ മഞ്ഞയും നിർജ്ജന പ്രദേശത്ത് നീരുറവുകളെ തുറക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. സകലതും കഴിഞ്ഞു വരിക. നിന്റെ ജീവിതത്തിൽ ഒരു പുതിയ അനുഭവം വന്നിരിക്കുന്നു. മരുഭൂമിയിൽ വഴികളെ തുറക്കുന്ന ദൈവം, നിർജ്ജന പ്രദേശത്ത് നീരുറവുകളെ തുറക്കുന്ന ദൈവം. ദൈവത്തിന് സ്തോത്രം. വഴി തുറക്കുക പറഞ്ഞാൽ വിശാലതയിലേക്ക് മുന്നോട്ട് പോകാൻ സാധ്യതകളുണ്ട് എന്നാണ്. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാമല്ലോ, ഒരു പുതിയ സംഭവം ഉണ്ടാകുമ്പോൾ ആദ്യം വഴി തിരക്കും. ദൈവത്തിന് സ്തോത്രം. വഴിയാണ് ശരിയാക്കുന്നത്. കാരണം ഒരു വഴി വെട്ടിക്കഴിഞ്ഞാൽ ഒരു വിശാലതയുടെ ആദ്യ പടിയായി ദൈവത്തിന് സ്തോത്രം മരുഭൂമിയിൽ വഴി തുറക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് പറഞ്ഞാൽ നിനക്ക് പ്രതീക്ഷയ്ക്ക് ധാരാളം വകയുണ്ട്. നിന്റെ പ്രതീക്ഷകൾക്ക് ഇനിയും ധാരാളം വകയുണ്ട്. കാരണം നിന്റെ പ്രശ്നത്തിന്റെ നടുവിൽ ഒരു വഴി തുറക്കുന്ന സർവശക്തനായ ഒരു ദൈവം ഉയരത്തിലുണ്ട്. നിർജ്ജന പ്രദേശത്ത് നദികളെ തുറക്കുന്ന ഒരു ദൈവം നിനക്കുണ്ട്. ആവോളം നിനക്കും കുഞ്ഞുങ്ങൾക്കും കുടിക്കുവാനായി കഴിക്കുവാനായി ദൈവം നിനക്ക് പ്രദാനം ചെയ്യുന്ന ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. സകല ജഡത്തിനും ആഹാരം കൊടുക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. സകലത്തെയും അനുഗ്രഹിക്കുന്ന ഒരു ദൈവം. കാക്ക കുഞ്ഞുങ്ങൾക്ക് മാത്രമായി ആഹാരം കൊടുക്കുന്ന ഒരു ദൈവം ഉയരത്തിലുണ്ട്. ദൈവം ഇതിലെ വിഷയത്തെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് അവനെ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുവാം. ഈ നിർജ്ജന പ്രദേശത്ത് നേരെ വൈകിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഭക്ഷിപ്പാനൊന്നുമില്ലാതിരിക്കുന്ന ഈ അവസ്ഥയിൽ ഹല്ലേലൂയ നിരാശപ്പെട്ടു പോകാതെ ദൈവത്തിലുള്ള ആശ്രയത്തിലും ദൈവത്തിലുള്ള വിശ്വാസത്തിലും മുന്നോട്ട് പോകുവാൻ ഈ തിരുവഴുത്തുകൾ നമുക്ക് നിമിത്തമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും പറയട്ടെ. ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം അവിടുന്നാണ്. ഞങ്ങൾക്ക് ഒരു പുതിയ വഴി തുറക്കുന്നത് അവിടുന്നാണ്. ഞങ്ങൾക്ക് ഒരു പുതിയ ആളുകൾ തുറക്കുന്നത് അവിടുന്നാണ്. ഞങ്ങൾക്ക് ഒരു പുതിയ നീരുറവ തുറക്കുന്നത് അവിടുന്നാണ്. ഞങ്ങളെങ്കിലും വിശ്വസിക്കുന്നു കർത്താവ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം.
കുര്യച്ചാനെ നമ്മെ ഇപ്പോൾ പ്രാർത്ഥനയിൽ സഹായിക്കുമല്ലോ. അദ്ദേഹത്തിന്റെ ശബ്ദം കേൾക്കുന്നു ഞാൻ മനസ്സിലാക്കുന്നു. കുര്യച്ചാൻ ഇപ്പോൾ പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കുമല്ലോ. നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടേ Praise God, praise God, praise God, praise God, praise God. Hallelujah, hallelujah, hallelujah. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. പിതാവേ, നാമത്തെ സ്തുതിക്കുന്നു. സ്തോത്രം കർത്താവേ. നടിയിൽ കർത്താവെ ലഭിച്ചിരിക്കുന്ന സാഹചര്യങ്ങളിൽ കർത്താവെ ആരാധിപ്പാനും ബോധപ്പെടുത്തുവാനും ഒരു സാവകാശം കൂടി ഭൂമി യാത്ര തന്ന വലിയ കൃപയ്ക്കായിട്ട് ഞാൻ സ്തുതിക്കുന്നു. സ്തോത്രം കർത്താവെ. സ്തോത്രം. ഭവനത്തിന്റെ സന്തരീക്ഷത്തിലായെങ്കിലും അവിടുത്തെ വലിയ സാന്നിധ്യത്തിലുണ്ടായിരുന്ന വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം സ്തുതിക്കുന്നു. കർത്താവെ, ലോകത്തിന്റെ വിഷയങ്ങളെ ഏറ്റെടുത്ത് പ്രാർത്ഥിപ്പാൻ നിന്റെ നടികളെ പിന്നെ അവിടുന്ന് വിലപ്പെടുത്തിയ കൃപയ്ക്കായിട്ട് സ്തോത്രം സ്തുതിക്കുന്നു. കർത്താവെ, പിന്നെയോ പ്രാർത്ഥിപ്പാൻ ദൈവസന്നിധിയിൽ കരയുവാനൊക്കെ അടികളെ പിന്നെ ഒന്ന് ബലപ്പെടുത്തുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കുന്നു. അവിടുത്തോളം കർത്താവെ സഭയെയും സഭയാ കുടുംബങ്ങളെയും ഈ ദേശത്ത് കർത്താവെ വിസ്താരമേറിയെങ്കിൽ സൂക്ഷിച്ചല്ലോ, പരിപാലിക്കുന്നല്ലോ, ആവശ്യഭാരങ്ങൾ കൂടെ ഇരിക്കുന്നല്ലോ, ശരീരാത്മതകളെ ബലപ്പെടുത്തി നിർത്തുന്നല്ലോ. എല്ലാത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ തന്നെ കർത്താവെ ലോകത്തിന് വേണ്ടി അടികളെ അവൻ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം സ്തുതിക്കുന്നു. അവിടെ അതല്ല കർത്താവെ, ഈ ലോകത്തിലെ ഈ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കർത്താവെ, ഞാൻ വരുത്തിയിട്ടില്ലാത്ത അർത്ഥം ഈ നഗരത്തിൽ സംഭവിക്കുമോ എന്ന് ആമോസ് 3:6 പറയുന്നത് പോലെ കർത്താവെ, അവിടുന്ന് തന്നെയാണ് ഈ നഗരത്തിൽ വലിയ അർത്ഥങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവെ, ചെയ്യാവുമ്പോൾ കർത്താവെ ഞാൻ നിർണയിച്ചത് തന്നെ നടക്കും, ഞാൻ വിചാരിച്ചത് തന്നെ സംഭവിക്കുമെന്ന് 24 ഞങ്ങൾ വായിക്കുന്ന കർത്താവെ. സ്തോത്രം. അവിടുന്ന് നിർണയിച്ചതും അവിടുന്ന് വിചാരിച്ചതും മാത്രമാണ് കർത്താവെ നടന്നുകൊണ്ടിരിക്കുന്നത്. ലോകത്തിന്റെ പാപമാണ്, അതിനുള്ള ന്യായമാണ്, അതിനുള്ള ശിക്ഷയാണ് കർത്താവെ. ജനത്തിനൊരു മുന്നറിയിപ്പാണ്. ജനം മടങ്ങി വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു കർത്താവെ. ജനത്തെ മടക്കി കൊണ്ടുവരുവാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇസ്രായേൽ പാപം ചെയ്തപ്പോൾ യിരെമ്യാവ് പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് നീ ഞങ്ങളെ മടക്കി വരുത്തണമേ എന്ന് വായിക്കുന്നത് പോലെ, പണ്ടത്തെ പോലെ നല്ലൊരു കാലം ഞങ്ങൾക്ക് തരണമേ എന്ന് വായിക്കുന്ന പ്രകാരം കർത്താവെ, മടങ്ങി വരുവാനും ഉയരത്തിലുള്ള ദൈവത്തെ അന്വേഷിപ്പാനും കർത്താവിന്റെ ഉന്മാദങ്ങളെ വിട്ട് കർത്താവെ പണം തിരിഞ്ഞ് വരുമെങ്കിൽ ദേശത്തിന് അവൻ സൗഖ്യം കൊടുക്കുമെന്ന് വായിക്കുന്ന പ്രകാരം കർത്താവെ. സ്തോത്രം. ഹല്ലേലൂയ. വലിയൊരു സൗഖ്യ ദിവസങ്ങൾ കാണുവാൻ, ജനം മടങ്ങി വരുവാൻ, തങ്ങളുടെ ദുർമാർഗ്ഗങ്ങളെ വിട്ടു തിരിയുവാൻ എല്ലാവരെയും അവൾ സഹായിക്കണമേ. അതുപോലെ തന്നെ ദൈവമക്കളാദികളും ഒത്തിരി കർത്താവെ ക്രൂശിന്റെ വഴിയിൽ നിന്ന് പുറകോട്ട് പോയി താമസിക്കുന്നു കർത്താവെ. ആ ക്രൂശിന്റെ വഴിയിലേക്ക് മടങ്ങി വരുന്ന കർത്താവെ, ഞങ്ങളുടെ പാപങ്ങളെ കർത്താവെ ഏറ്റു പറഞ്ഞു ഉപേക്ഷിക്കുവാൻ കർത്താവെ അടികളെ അവൾ സഹായിക്കണമേ. അങ്ങനെ വിശുദ്ധിയോടെ പ്രാർത്ഥിക്കുവാൻ എല്ലാവരെയും അവിടുന്ന് ബലപ്പെടുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെയെങ്കിൽ വരുന്ന ദേശത്തിന് വലിയൊരു സൗഖ്യം കണ്ട് സന്തോഷിപ്പാൻ അടികളെ അവിടുന്ന് സഹായിക്കാൻ പോകുന്ന കൃപയ്ക്ക് ന്യായവിധിയുടെ കർത്താവെ ദേശത്തിന്റെ മേൽ കർത്താവെ സ്തോത്രം, ലോകരാജ്യങ്ങളുടെ മേൽ കർത്താവെ വീണിരിക്കുന്നു കർത്താവെ. എങ്കിൽ കർത്താവെ ദൈവമക്കളാ നടികൾ മുഖ്യമായി പ്രാർത്ഥിക്കുന്നു. ന്യായവിധികളെ ലോകത്തോട് മനസ്സിലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ലോകത്തിന്റെ പാപമാണ്, ശിക്ഷയാണ് നടക്കുന്നതെങ്കിലും കർത്താവെ ദൈവമാണല്ലോ. അവിടുത്തെ കരുണയുടെ ബഹുത്വപ്രകാരം കർത്താവെ സ്തോത്രം ജനത്തോട് അവിടുന്ന് മനസ്സിലിയുമാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം സ്തുതിക്കുന്നു കർത്താവെ. പിന്നെ എല്ലാവരെയും സഹായിക്കണമേ. ഹല്ലേലൂയ. എന്ന് പകൽക്കാലം സ്തോത്രം ദൈവമക്കളാദികൾ കർത്താവെ അങ്ങേ ആരാധിക്കുവാനും വചനത്തിൽ നിന്ന് ശ്രമിപ്പാനും കർത്താവെ അങ്ങേ ബോധപ്പെടുത്തുവാനും സഹായിച്ച വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം. ലോകമെമ്പാടും കർത്താവെ ഓൺലൈൻ നടക്കുന്ന എല്ലാ ആരാധന മീറ്റിംഗിനെയും കരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതിൽ കൂടി കർത്താവെ അങ്ങേ ഒന്നുകൂടി അടുക്കുവാനും അങ്ങേ സ്നേഹിപ്പാനും ഘട്ടങ്ങളെ പ്രമാണിച്ചു കർത്താവെ മുന്നേറുവാനും ഒക്കെ അടികളെ എല്ലാവരെയും കർത്താവെ സഹായിക്കണമേ. പൂർണ്ണമായി പിന്നെ സമർപ്പിപ്പാൻ എല്ലാവരെയും അവർ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കേൾക്കപ്പെട്ട നല്ല വചനങ്ങൾക്കായി സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്ന കർത്താവെ. സ്തോത്രം. കർത്താവെ സ്തോത്രം. അവിടുന്ന് സൗഖ്യദായകനായ ദൈവമാണല്ലോ. വിശ്വസിക്കുക മാത്രം ചെയ്യുക, അങ്ങാ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് വായിക്കുന്ന പ്രകാരം 12 വർഷം രക്തസ്രവമുള്ള സ്ത്രീ, ഹല്ലേലൂയ, സ്ത്രീയെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടെ വീട്ടിൽ കടന്നുപോയി ഞങ്ങൾ വായിക്കുന്നു. യായിറോസിന്റെ മകൾക്ക് ഹല്ലേലൂയ, യായിറോസിന് പറയുന്ന പോലെ വിശ്വസിക്കുക, എന്നാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് വായിക്കുന്ന പ്രകാരം ഓ ഹല്ലേലൂയ സ്തോത്രം.
അപ്പോൾ ഇതിൽ കർത്താവെ മരണത്തിൽ കർത്താവ് വലിയ പിടുത്തൽ കൊടുത്തല്ല കർത്താവെ. ഈ ദിവസങ്ങളിൽ കർത്താവിനെ പൂർണ്ണമായിട്ട് വിശ്വസിപ്പാൻ അടികളെ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം. അവർ നിയമത്തിൽ വന്നപ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. യഹൂദന്മാർ അടയാളങ്ങൾ ചോദിക്കുകയും ഞാൻ അന്വേഷിക്കുകയും ചെയ്യുമ്പോൾ അവർ അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്ത യഹൂദന്മാരുടെ മുന്നിൽ അവർ താൻ ദൈവപുത്രനെന്ന് അവർ വിശ്വസിക്കേണ്ടതിനും ഹല്ലേലൂയ സ്തോത്രം അവർ അവന്റെ നാമത്തിൽ വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിക്കേണ്ടതിനും കർത്താവെ. കർത്താവെ ഇന്ന് പകൽക്കാലം കർത്താവെ അവിടുത്തെ അത്ഭുതങ്ങളെ അടയാളങ്ങളെ കുറിച്ച് അടികൾ ഓർക്കുമ്പോൾ കർത്താവെ ലോകത്തിന്റെ ജനങ്ങളും അടികൾ ഒരുപോലെ ദൈവപുത്രനാണെന്നും അവിടത്തേക്ക് കടന്നു വരുന്നവർക്ക് നിത്യജീവൻ ഉണ്ടെന്നും മനസ്സിലാക്കി കർത്താവെ ഈ ദൈവത്തെ രക്ഷകനായി സ്വീകരിപ്പാൻ എല്ലാവരെയും അവിടെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വലിയ പുരുഷാരത്തെ കണ്ട് മനസ്സിൽ ഞങ്ങൾ കർത്താവ് അവർക്ക് ഭക്ഷണം കൊടുക്കുവാൻ ശിഷ്യന്മാരോട് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ സ്തോത്രം കർത്താവെ സ്തോത്രം. അങ്ങനെ കയ്യിൽ എന്തുണ്ട് അല്പമായിട്ടുള്ളെങ്കിൽ തന്നെയും അത് കർത്താവിന്റെ കരങ്ങളിൽ കൊടുത്താൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു ദൈവം ഞങ്ങൾക്ക് വേണ്ടി കർത്താവേ. ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ. അവിടുന്ന് അത്ഭുതങ്ങളുടെ ദൈവമാണ്, അടയാളങ്ങളുടെ ദൈവമാണ്. പിന്നെ വിശ്വസിപ്പാൻ അടയാളങ്ങൾ സഹായിക്കണമേ കർത്താവേ. ഹല്ലേലൂയ സ്തോത്രം. ഞങ്ങളുടെ ഹൃദയത്തിന്റെ അവസ്ഥ എന്താണെന്ന് കർത്താവേ വളരെ കലുഷിതമായ അന്തരീക്ഷത്തിൽ കൂടി കടന്നു പോകുന്നു കർത്താവേ. ഭീതിയുടെയും ഭയത്തിന്റെയും അവസ്ഥയിൽ കൂടി അടികളെല്ലാവരും കടന്നു പോകുന്നു കർത്താവേ. ഹൃദയം വളരെ ദുഃഖിച്ചും കർത്താവേ കലുഷിതമായ അവസ്ഥയിൽ കൂടി എല്ലാ പ്രിയപ്പെട്ടവരും ഒരുപോലെ കടന്നു പോകുമ്പോൾ കർത്താവെ ഒരു മരുഭൂമിയുടെ അവസ്ഥയിൽ കൂടിയാണ് കർത്താവെ എല്ലാവരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കർത്താവെ. എങ്കിലും കർത്താവെ ഹൃദയത്തിന്റെ അവസ്ഥ മരുഭൂമിയിൽ വഴിയൊരുക്കുന്നവൻ നിർജ്ജന പ്രദേശത്ത് തോടുകളെ കർത്താവെ ഉണ്ടാക്കുന്ന ദൈവം ഞങ്ങൾക്ക് വേണ്ടി കർത്താവിനെയും ജീവിക്കുന്നതിനായി സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. നിന്റെ ഹൃദയത്തിന്റെ അവസ്ഥ എന്തായിരുന്നാലും അതിലെ കർത്താവെ ഒരു മലപാടിയായി ഒരു പൂന്തോട്ടമായി കർത്താവെ ഒരു തീർത്ഥോടായി മാറ്റുവാൻ കഴിവുള്ള ഒരു ദൈവം ഞങ്ങൾക്ക് വേണ്ടി പിന്നെയും ജീവിക്കുന്നല്ലോ. ആ ദൈവത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിപ്പാൻ കർത്താവെ അടികളെവരെയും അവിടുന്ന് പിന്നെയും അവിടെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവിന്റെ ദാസനെ പിന്നെയും കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സഭയാ കുടുംബങ്ങളെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ സ്തോത്രം. ഇവരാന്റെ ദേശത്ത് കർത്താവ് ഇത്രത്തോളം അടികളെ കർത്താവ് വിസ്താരമേറിയ ജനങ്ങളിൽ സൂക്ഷിക്കുന്നല്ലോ പരിപാലിക്കുന്നല്ലോ. കർത്താവെ ഞങ്ങൾ കോട്ടയായ സങ്കേതമായ ഉറപ്പുള്ള ഗോപുരമായി പിന്നെ ഇരിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ അതെ ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുമ്പോഴും കർത്താവെ അവിടുത്തെ ചിറകിന്റെ കീഴിൽ ഞങ്ങൾക്ക് ശരണം തരണമേ, അതുകൊണ്ട് പരിപാലിക്കണമേ എന്നാണ് നിങ്ങൾ പിന്നെ യാചിക്കുന്നു പ്രാർത്ഥിക്കുന്നു കർത്താവെ സ്തോത്രം. ഹല്ലേലൂയ. വിരാർ വസൈബലിനായി സ്തോത്രം സ്തുതിക്കുന്നു. അവിടുത്തെ കൃപയിൽ ഈ ദേശത്തെ അവിടെ പിന്നെ സൂക്ഷിക്കണമേ, ഒന്നിനും കുറവില്ലാതെ കർത്താവെ സ്തോത്രം. കർത്താവെ എല്ലാവരെയും ഈ ദേശവാസികളെ അവിടെ നടത്തുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ലോകരാഷ്ട്രങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ഇന്ത്യ മഹാരാജ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വിശേഷാൽ അവിടെ കുഞ്ഞുങ്ങളെ കരങ്ങളിൽ ഏൽപ്പിച്ച പ്രാർത്ഥിക്കുന്നു കർത്താവെ സ്തോത്രം. പ്രയാസമുള്ള ഈ ജോലി കർത്താവെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ചെയ്യുമ്പോൾ മാനസികമായ ധൈര്യം കൊടുത്ത് ഒരു പ്രയാസ പ്രതികൂലം ഉണ്ടാകാതെ കുഞ്ഞുങ്ങളെ അവിടുത്തെ തങ്കച്ചോരയാൽ അവിടുന്ന് മറച്ചുകൊള്ളുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. വിദേശത്തായിരിക്കുന്ന അടിയ കുഞ്ഞുങ്ങളെ പിന്നെ ഒരിക്കൽ കൂടി അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മാനസികമായ ധൈര്യം കൊടുത്ത് ബലപ്പെടുത്തി ആ കുഞ്ഞുങ്ങളെ അവിടെ നിർത്തുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ഒന്നിനും മുട്ടില്ലാതെ എന്റെ മക്കളെ അവിടെ നടത്തുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നേ സ്തോത്രം. ഒരപ്പനായി അമ്മയായി അവിടെ തന്നെ കൂടി ഇരിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ പിന്നെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ അവിടുന്ന് ബലപ്പെടുത്തുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ഈ ദിവസങ്ങളിൽ വിടുതൽ നേടി എന്ന് പറയാൻ തക്കണം കർത്താവെ. മുട്ടിപ്പാൻ കർത്താവെ യാചിപ്പാൻ കരയുവാൻ അപേക്ഷിപ്പാൻ എല്ലാവരെയും അവിടെ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ ഓർത്തതുപോലെ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടാതെ കർത്താവെ നിങ്ങളുടെ ആവശ്യഭാരങ്ങൾ പ്രാർത്ഥനയാലും അപേക്ഷയാലും സ്തോത്രത്തോടുകൂടി ദൈവസന്നിധിയിൽ അർപ്പിക്കുക എത്രയും വേണ്ടതെന്ന് കർത്താവെ. ഒന്നിനെ കുറിച്ചും പൂർണ്ണമായിട്ട് വിശ്വസിച്ച് ആശ്രയിച്ച് മുന്നേറുവാൻ ഈ ദിവസങ്ങളിൽ കർത്താവെ ദൈവങ്ങളാവുന്ന എല്ലാവരെയും സഹായിക്കുമാറാകണമേ. അതിനായിട്ട് എല്ലാവരെയും താഴ്ത്തി സമർപ്പിക്കുന്നു കർത്താവെ സ്തോത്രം. കർത്താവിനെ കുടുംബമായി ഒരു കൂടി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സഭയാ കുടുംബങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടി അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ സ്തോത്രം. ഇന്ന് പകൽക്കാലം നൽകി തന്ന ഈ ഓൺലൈൻ നല്ല സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കർത്താവെ. സകല മഹത്വവും യേശു അപ്പച്ചനെ അർപ്പിക്കുന്നു. സകലവും ഞാൻ ജീവൻ വെച്ച രക്ഷകന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കടാക്ഷം കാവലും കൂട്ടായ്മ നാം പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും വിശേഷ രോഗികളായി ഭാരപ്പെടുന്ന ഇന്ത്യയുടെ നാനാഭാഗങ്ങളും രോഗികളായി ഭാരപ്പെടുന്നു കർത്താവിന്റെ കൃപ കൊണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ കർത്താവിന്റെ മഹത്വം കരേറ്റാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ
വേഗം വരണം. ഈ ആഴ്ചത്തെ യോഗ വിവരങ്ങൾ ബുധനാഴ്ച വൈകുന്നേരം നമുക്ക് ഒരു മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്. വെള്ളിയാഴ്ച പകല് നമുക്ക് ഉപവാസ പ്രാർത്ഥനയുണ്ട്. ശനിയാഴ്ച രാത്രിയിലും നമുക്ക് പ്രാർത്ഥിക്കാനായി അവസരമുണ്ട്. അങ്ങനെ ഈ ആഴ്ചകളിൽ നമുക്ക് മുന്നേറാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ഗോഡ്.